അബ്രഹാം മാർത്തോമ നസ്രാണി ഡയറായുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ആൻഡ്രൂ സച്ചിനെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അതേ സ്നേഹത്തോടെ, ആദരവോടെ, കടപ്പാടോടെ, നന്ദിയോടെ നിങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സഹർഷം ഈ ഹ്രസ്വമായ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് അറിയാവുന്നിടത്തോളം അബ്രഹാം നസ്രാണി ഡയറയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് എന്ന പഠന പരമ്പരയുടെ 27ാമത്തെ ക്ലാസ് ആണ് ഇത്. എന്ന് വെച്ചാൽ ഇതിനോടകം 26 വിഷയങ്ങൾ, പ്രമേയങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അക്ഷയ നിക്ഷേപമായ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ അടുത്ത് അറിയുവാനും ആസ്വദിക്കുവാനും സ്നേഹിക്കുവാനും അത് സജീവമായി അർപ്പിക്കുവാനും അത് ജീവിക്കുവാനും ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഇതെന്നറിയുന്നത് വലിയ സന്തോഷമുണ്ട്. ഇപ്രകാരം ഒരു പഠന പരമ്പര ക്രമീകരിക്കുന്ന നസ്രാണി ഡയറായി പ്രത്യേകം അനുമോദിക്കുന്നു. ഇതിൽ പങ്കുചേരുന്ന കേവലം വളരെയേറെ സ്നേഹത്തോടെ, നന്ദിയോടെ അനുമോദിക്കുന്നു. സന്തോഷമകനുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ ആവേശവും നിങ്ങളുടെയൊക്കെ ഈ താല്പര്യവുമാണ് വൈദികരായ ഞങ്ങൾക്കും കൂടുതൽ ശക്തിയും കരുത്തും അഭിഷേകവും പകരുക. അധികം നമുക്ക് ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഈ 27ാമത്തെ ക്ലാസ്സായ ഇന്നത്തെ ഈ സായാഹ്ന സമയത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രമേയം സൂചിപ്പിച്ചിരിക്കുന്ന പോലെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ധാർമ്മിക ജീവിതത്തിലേക്ക്. ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയും ധാർമ്മിക ജീവിതവും. ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയും നമ്മുടെ ക്രൈസ്തവ ജീവിതവും. ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ ഹോളി കുർബാന ആൻഡ് അവർ ഡേ ടു ഡേ ഡെയിലി ക്രിസ്ത്യൻ ലിവിംഗ്. പ്രാരംഭ കൂദാശകളായ പരിശുദ്ധ മാമോദീസായും തൈലാഭിഷേകവും ആദ്യ കുർബാനയെ സ്വീകരിച്ച് മിശിഹായെ നാഥനും കർത്താവും രക്ഷകരുമായി ഏറ്റുപറഞ്ഞ് മിശിഹായിലുള്ള ജീവിതം ആരംഭിച്ച നമ്മള് വിവിധങ്ങളായ കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, തിരുപ്പട്ടത്തിലൂടെ, വിവാഹത്തിലൂടെ, രോഗി ലേപനത്തിലൂടെ നമ്മൾ സ്വർഗോന്മുഖമായി ദൈവോന്മുഖമായി കിഴക്കോട്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ ഈ ക്രൈസ്തവ ജീവിത യാത്രയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് അനന്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് അറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്റെ വലിയ നിർബന്ധം പരിശുദ്ധ കുർബാന ജീവിതഗന്ധിയ. കേവലം ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ റൂബ്രിക്സിന്റെയോ സമാഹാരമല്ല, മറിച്ച് വിശുദ്ധ കുർബാന ജീവിതഗന്ധിയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നിറവും മണവും പേറുന്ന ആഘോഷമാണ് പരിശുദ്ധ കുർബാന. അർപ്പിക്കുന്ന ധാർമ്മികരായ ഞങ്ങൾ വൈദികരും അതിൽ സജീവമായി പങ്കുചേരുന്ന ദൈവജന കൂട്ടായ്മയായ നിങ്ങളും ഒരുമിച്ച് ഈ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കരുത്ത് സ്വീകരിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ ആഘോഷമാണ് മധുബഹായി. അൾത്താരയിൽ നടത്തുക. മധുബഹായിൽ നിന്ന്, ക്രോണോസിൽ നിന്ന്, അൾത്താരയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച കരുത്തിന്റെ പിൻബലത്താലാണ് നമ്മൾ ഓരോ ദിവസവും അങ്ങോട്ട് വലിയ ബന്ധമുണ്ട്. അൾത്താരയിൽ നിന്ന് ജീവിതത്തിലേക്ക്, ജീവിതത്തിൽ നിന്ന് അൾത്താരയിലേക്ക്. ഫ്രം ഓൾട്ടർ ടു ദ ലൈഫ് ആൻഡ് ഫ്രം ദ ലൈഫ് ടു ദി ഓൾട്ടർ. വേറെ വാക്കിൽ പറഞ്ഞാൽ അൾത്താരയിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഇറ്റ് ഇസ് സെലിബ്രേഷൻ ഓഫ് അവർ ഡേ ടു ഡേ ലൈഫ്. തിരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതവും നമ്മുടെ വലിയ ബന്ധത്തെ കുറിച്ചായിരിക്കും നമ്മളിന്ന് തിരിഞ്ഞും മറിഞ്ഞും പ്രയാസമായും പ്രത്യക്ഷമായും എല്ലാം സംസാരിക്കുക. എന്റെ ക്ലാസ്സിന്റെ അവലംബം എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന ഒരു പ്രിന്റഡ് നോട്ട് ഉണ്ട്, എല്ലാം വീട്ടിൽ കരുതുന്നു. കഴിഞ്ഞ നോട്ടുള്ളവർ ഞാനതിന് ബേസിക് തന്നെയാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എളുപ്പമുണ്ട്, ഒരു കോൺസെൻട്രേഷൻ കിട്ടി, കടുകയറി പോവുകയില്ല. ഈ ക്ലാസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം അടയാള സഹിതം വിശദീകരിക്കുക എന്നുള്ള നിയോഗം മാത്രമേ ഞാൻ ഏറ്റെടുക്കുന്നുള്ളൂ. ഇനി ഇത് പറയുമ്പോഴേക്കും നല്ല ബോധ്യമുണ്ട്. ഇത്
പഠിപ്പിക്കുന്ന ഞാനും ശ്രമിക്കുന്ന നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. എനിക്ക് എന്റെ ജീവിതത്തിന്റെ വലിയ അവർണ്ണനീയ നിമിഷങ്ങളാണ്. ഓരോ ദിവസവും പ്രഭാതത്തില് കർത്താവിന്റെ ത്രോണോസിൽ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുക. ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. ഇനി ഈ വിശുദ്ധ കുർബാന പരമാവധി ജീവിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഞാൻ പറഞ്ഞുകൊള്ളാം, അപ്പം എടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. അതല്ലേ കുർബാന? അതല്ലേ എടുത്തുയർത്തുക, വാഴ്ത്തി വിശുദ്ധീകരിക്കുക, മുറിച്ചു കൊടുക്കുക. വൈദികരായ ഞങ്ങളും എന്നെ ശ്രമിക്കുന്ന ഏറെ കുടുംബസ്ഥരാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ വിശുദ്ധവും വിശ്വസ്തവുമായ വേദിയിൽ എടുത്തുയർത്തി വാഴ്ത്തി മുറിച്ച് വിശുദ്ധീകരിക്കുകയല്ലയോ? അതല്ലേ വളരെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന നിലയിൽ എന്റെ വലിയ പ്രാർത്ഥന ഒന്ന് ഉദ്ധരിക്കുകയാണ്. കത്തോലിക്ക സഭകളുടെ വലിയ വിശുദ്ധരാണല്ലോ ഇഗ്നേഷ്യസ് ലയോള, സെയിന്റ് ഇഗ്നേഷ്യസ് ലയോള, ജെസ്യൂട്ട് സൊസൈറ്റി ഈശോ സഭയുടെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ഓഫ് ലയോളയുടെ ഒരു കൊട്ടേഷൻ പ്രകാരമാണ് ലോർഡ് I ask only one grace. അത് കേൾക്കുക. Lord, I ask only one grace, the grace to know you better. എനിക്ക് നിന്നെ അല്പം കൂടി നന്നായി അറിയണം. I know many things about you, but now I ask you to know you better. ഒന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുവല്ലോ, വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം നമുക്കെല്ലാം ഒത്തിരി അറിയാം. എന്നാലും ആ വിശുദ്ധ കുർബാനയെ ഒന്നുകൂടി അറിയാം. To know it better. രണ്ടാമത്തേത് a grace to love you more dearly. നാം എല്ലാം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരാണ്. ആ കുർബാനയെ ഒന്നുകൂടി ചങ്കോട് ചേർത്ത് വെച്ച് ചങ്ക് പടയുന്ന രീതിയിൽ പരിശുദ്ധ കുർബാനയെ അല്പം കൂടി സ്നേഹിക്കണം. To love you more dearly. മൂന്നാമത്തേത് to follow you more closely. ഒന്ന് to know you better. രണ്ട് to love you more dearly. മൂന്ന് to follow you more closely. നമ്മളെല്ലാം വിശുദ്ധ കുർബാന ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതൊന്നുകൂടി ഒന്ന് അടുത്ത് ഈശോയെ അനുകരിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അതാണ് ഇന്നത്തെ എന്റെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ലാസ്സിൽ നല്ല ഉചിതമായ സമയവും കൂടി ഉണ്ട്. കാരണമുണ്ട്. ഒന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ ലിറ്റർജിക്കൽ ജേർണി, നമ്മുടെ ആരാധന വത്സര യാത്ര ഇപ്പോൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ മുഴുവൻ ആരാധന വത്സരത്തിലെ ഏറ്റവും സന്തോഷകരമായ ആദ്യ കാലഘട്ടമാണ്. മംഗളവാർത്ത പിറവിക്കാലം, സൂപാറ എഴുത്ത കാലം, അല്ലെ? മംഗളവാർത്ത പിറവിക്കാലങ്ങൾ അറിയാമല്ലോ. ഈ കാലത്തെല്ലാം മനസ്സിലായി മംഗളകരമായ വാർത്തകൾ, അല്ലെ? പരിശുദ്ധ മറിയത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടതെല്ലാം കുർബാനയിൽ പങ്കെടുത്തതാണല്ലോ. ഇന്നത് പരമധ്യാനം വായിച്ചു കേട്ട തിരുവചന ഭാഗം, സുവിശേഷ ഭാഗം പരിശുദ്ധ മറിയത്തിന് മംഗളവാർത്തയുടെ അറിയിപ്പ് നൽകുന്നത്, അല്ലെ? മംഗളമായ വാർത്തയാണ്. നമുക്കറിയാം ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2:10-11. ഇതാ സർവ്വ ലോകത്തിന് വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ മിശിഹ ഇന്ന് ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ പുൽക്കോട്ടിൽ ഈശോ മനുഷ്യ അവതാരം ചെയ്തുവെന്നുള്ളതാണ് ഈ മംഗളവാർത്ത പിറവിക്കാലങ്ങളുടെ അല്ലെങ്കിൽ ഈ സൂപാറ എഴുത്ത കാലങ്ങളുടെ കേന്ദ്രം. ഒപ്പം തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്ന എല്ലാം മംഗളമായ വാർത്തകളാണ്. സക്കറിയ ഏലീസ് നമുക്ക് ജനിക്കുന്നു, അല്ലെ? അബ്രാഹത്തിന് സാറായിക്ക് മംഗളവാർത്ത ലഭിക്കുന്നു. സാംസന്റെ പിതാവായ മനോവായിക്കും ഭാര്യയ്ക്കും മംഗളമായ വാർത്ത ലഭിക്കുന്നു. സമൂഹലിന്റെ മാതാപിതാക്കന്മാരായ എൽക്കന്നായിക്കും അന്നായിക്കും മംഗളവാർത്ത. അങ്ങനെ ഒത്തിരി മംഗളവാർത്ത, നല്ല മംഗളകരമായ വാർത്തകൾ ഓർക്കുന്ന കാലഘട്ടം. അതിൽ നമ്മുടെ 25 നോമ്പൊക്കെ നോക്കി നന്നായി എഴുതുക. ഈ നോമ്പൊന്നും അന്യമല്ല കേട്ടോ. ഈ നോമ്പൊക്കെ നമ്മുടെ ആരാധനത്തിന്റെ ഭാഗമാണ്. നമുക്ക് പറയുമ്പോൾ പോലെ ഇതൊക്കെ തന്നെയാണ്. ഈ നോമ്പൊക്കെ ഒരു അനുഷ്ഠാനമല്ല, ഒരു ആചാരമല്ല, ഒരു മാമൂലല്ല. 25 നോമ്പ് നോക്കി പ്രാർത്ഥിക്കുന്നത് അത് വിശുദ്ധ കുർബാന ജീവിക്കുന്ന ചൈതന്യമാണ്. ഇന്ന് വളരെ സവിശേഷമായി ഡിസംബർ മാസം 8-ാം തീയതിയാണ്. നമുക്കറിയാവുന്ന നമ്മുടെ ആരാധനക്കനുസരിച്ച് ഞായറാഴ്ച കർത്താവിന്റെ ഓർമ്മ ദിവസമായതുകൊണ്ടാണ് നമ്മളത് ഇന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തതെങ്കിലും ഡിസംബർ 8 പ്രോപ്പർ ഡേറ്റ് എന്നാണല്ലോ. പരിശുദ്ധ അമ്മയെ, അമല മനോഹരിയായ അമ്മയെ ഓർക്കുന്ന ദിവസമാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മേക്കാട്ടുകുഞ്ഞിയച്ഛന്റെ ഇന്നത്തെ യൂട്യൂബിലുള്ള
ഹോമിലിയുണ്ട്. മംഗളവാർത്ത 2-ാം ഞായറിന്റെ കേട്ടായിരുന്നു. അതിനകത്ത് ആൻഡ്രൂസെറ്റും സുറിയാനി സഭാപിതാവായ അപ്രയും മൽപ്പാന്റെ ഒരു ചിന്ത ഉദ്ധരിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഉത്തരം അറിയത്തില്ല. അച്ഛൻ പറയുന്ന ചിന്ത ഇതാണ്. വിശുദ്ധ അപ്രയം പിതാവ് പറയുന്നത്, മംഗളവാർത്തയിൽ നാം വായിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവരണം ചെയ്യും അല്ലെ. അപ്പൊ മംഗളവാർത്തയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, പരിശുദ്ധാത്മാവ് ആവരണം ചെയ്തു, റൂഹാദ് കുരിശ നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരം അൾത്താരയായി അല്ലേ. നിങ്ങൾ ചിന്തയാകട്ടോ. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന എന്ന രഹസ്യത്തിൽ കർത്താവിൽ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് റൂഹായെ ക്ഷണിക്കുമ്പോൾ അത് ഈ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ ആവരണം ചെയ്ത് ആവസിച്ച അതേ പരിശുദ്ധാത്മാവാണ് ത്രോണോസിൽ സമർപ്പിതമായിരിക്കുന്ന ദിവ്യ രഹസ്യങ്ങളുടെ മേൽ ആവരണം ചെയ്ത് ആവസിച്ച് നമ്മൾ സമർപ്പിക്കുന്ന കേവലം ഓസ്തി, കേവലം വീഞ്ഞ്, അത് മിശിഹായുടെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നത്. ഭയങ്കര ഒരു ഇമേജിലായിരുന്നു. ഞാൻ ഒത്തിരി വല്ലാതെ ചിന്തിപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ ഉദരം അൾത്താരയായി മാറി, അവിടെ അതിന് മാംസം ധരിച്ചു. അതുപോലെ ത്രോണോസിൽ മറ്റൊരു അർത്ഥത്തിലല്ലെങ്കിലും മറ്റൊരു വലിയൊരു വസ്തുഭേദം സംഭവിക്കുകയാണ്. ഓസ്തിയും വീഞ്ഞും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശരീര രക്തങ്ങൾ, തിരുവോസ്തി അല്ലെങ്കിൽ അപ്പവും വീഞ്ഞും അത് മിശിഹായുടെ ശരീരവും രക്തവുമായി. അതുകൊണ്ട് ഇതൊക്കെ നല്ല പറഞ്ഞു കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് പറയാൻ വേണ്ടിയാണ്. ഇത് വലിയ സന്തോഷമാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ സഭയിലെ പുതിയ കർദിനാളിനെ കിട്ടിയ ദിവസമാണ് ഇന്നലെ. ഇന്നത്തെ സന്തോഷമുള്ള കാര്യമാകട്ടോ, നമ്മുടെ സുറിയാനി സഭയുടെ യശസ്സും കീർത്തിയും ലോകം മുഴുവൻ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സഭയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് 2 കർദിനാൾമാര്, അഭിവന്യനായ ആലഞ്ചേരി ജോർജ് പിതാവും ഇപ്പോൾ അഭിവന്യനായ പൂവക്കാട്ട് ജോർജ് പിതാവും അഭിമാനിക്കാം. വലിയ കാര്യമാണ്. അതുപോലെ എന്തറിയാമല്ലോ, ഇന്നലെയാണ് നോർത്തർഡാം കത്തീഡ്രൽ കൂദാശ ചെയ്യപ്പെട്ടു. 5 വർഷങ്ങൾക്ക് മുൻപ് മുകൾ ഭാഗം തകർന്നു പോയ നോർത്തർഡാം കത്തീഡ്രലില് ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോൺ വലിയ 5 വർഷം കൊണ്ട് നോർത്തർഡാം പുനരുദ്ധരിക്കും. ആ നോർത്തർഡാം കത്തീഡ്രലില് ഇന്നലെ അത് വീണ്ടും കൂദാശ ചെയ്ത് ദൈവജനത്തിനായി അൾത്താരയായി സമർപ്പിച്ചു. വലിയ കാര്യമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ സന്തോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ പ്രമേയം ചർച്ച ചെയ്യുക. അൾത്താരയിൽ നിന്ന് ജീവിതത്തിലേക്ക്, കുർബാനയിൽ നിന്ന് ജീവിതത്തിലേക്ക്. ഞാനിവിടെ ഈ ക്ലാസ് എന്റെ നോട്ടിനകത്ത് മുഴുവനും ഞാൻ ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കരുത്, അത് മോറൽ ലൈഫ് മാത്രമല്ല കേട്ടോ, ലൈംഗിക ധാർമ്മികത മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് തിങ്. എന്ന് വെച്ചെന്നാൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഈക്വൽ ടു ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ബാപ്റ്റിസ്മൽ ലൈഫ്. ഞാൻ പറഞ്ഞില്ലേ, വൈദികരായ ഞങ്ങളും അൽമായരായ നിങ്ങൾ, നമ്മളെല്ലാം ഒരേ പൗരോഹിത്യ പങ്കുചേരുന്നവരാണ്. വി ഹാവ് എ ഷെയർഡ് ക്രിസ്ത്യൻസ് അല്ലെ, പൊതു പൗരോഹിത്യം. പറയല്ലേ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ അത് വെച്ചെന്നാൽ നമ്മളെല്ലാം ഒരേ എന്ന് വെച്ചെന്നാൽ മാമോദീസായിൽ ആരംഭിക്കുന്ന ആ പൊതുവായ ക്രൈസ്തവ ജീവിതമാണ് ഞാൻ വിവക്ഷിക്കുക. അല്ലാതെ ആരെയും മാറ്റി നിർത്തുന്നില്ല, വൈദികരെ മാറ്റി നിർത്തുന്നില്ല. എന്നാലും മാമോദീസായിൽ ആരംഭിക്കുന്ന ആ ക്രൈസ്തവ ജീവിതം ഈ പറയലെ മിശിഹായിൽ ഒരു പുതിയ ശക്തിയാണ്. മിശിഹായോടൊപ്പം മാമോദീസ സ്വീകരിച്ചവൻ മിശിഹായെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാമോദീസായിൽ നമ്മൾ ആരംഭിച്ച ആ നവമായ ക്രൈസ്തവ ജീവിതം പൊതു പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് അറിയാവുന്ന പോലെ ഇറ്റ്സ് എ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ഇറ്റ്സ് എ ട്രിനിറ്റേറിയൻ ലൈഫ് അല്ലെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയിലുള്ള ജീവിതം ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഇറ്റ്സ് എ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ഓരോ ദിവസവും ജീവിക്കുകയാണ്. നമ്മള് പ്രാരംഭ കുദാശകളായ പരിശുദ്ധ മാമോദീസായും തൈലാഭിഷേകവും ആദ്യ കുർബാനയും സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാണ്. ആ പരിശുദ്ധാത്മ അഭിഷേകത്തെ ജ്വലിപ്പിക്കുകയാണ് ഓരോ അവസരങ്ങളിൽ. ഞാൻ തെളിച്ചു പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കുകയല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അവർ ലൈഫ് വിത്ത് ചോയ്സ്. സഭയോട് ചേർന്നിരിക്കുക. നമുക്കറിയാമല്ലോ,
നമുക്ക് വേണ്ടി മനുഷ്യ അവതാരം ചെയ്ത് അടിവില സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരുടെ സഭയിലൂടെയാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്ന സഭയോട് ചേർന്നുള്ള ജീവിതമാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ പിന്നെ കോംപ്രഹെൻസീവ് കോണ്ടെക്സ്റ്റ്, ക്രിസ്ത്യൻ ലൈഫ് ഇൻ ഈസ് കോംപ്രഹെൻസീവ് ആൻഡ് ഹോളിസ്റ്റിക് ഡയമെൻഷൻ. ഇത്രയും ആവുന്ന ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മുടെ ക്ലാസ്സിനോട് എടുക്കാമോ? നമ്മുടെ ക്ലാസ്സിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൈറ്റിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ അമ്മ മനസ്സിലായതുപോലെ പരിശുദ്ധ കുർബാനയും ക്രൈസ്തവ ജീവിതവും. മൈ ക്ലിയർ ഓഡിയോ, ഐ ഹോപ്പ് യുവർ ഓഡിയോ ടു മീ. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയും ക്രൈസ്തവ ജീവിതവും. എന്റെ ഒരു ആമുഖ ചിന്തയിൽ അറിയുമുള്ളവരെ, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദേവാലയം കൊണ്ട് തീരുന്നില്ല. എന്തോന്ന് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. അതായത് പള്ളിക്കകത്ത് കയറുമ്പോൾ കുർബാന ആരംഭിക്കുന്നു, പള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ കുർബാന തീരുന്നു. അല്ല, വാസ്തവത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണം തുടരുകയാണ്. നമ്മുടെ നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തില്, ഓരോ ഞായറാഴ്ചയും പ്രഭാതത്തില് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മധ്യഭാഗയിൽ ക്രോണോസിൽ, അട്ടാരയിൽ, ദേവാലയത്തിൽ ആഘോഷിച്ച വിശുദ്ധ കുർബാനയുടെ ചൈതന്യം ജീവിക്കുവാൻ തീരുമാനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ പാതയോരങ്ങളിലേക്ക്, വഴിയോരങ്ങളിലേക്ക്, സ്വന്തം വീടുകളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, സർക്കാർ ജോലി സ്ഥലങ്ങളിലേക്ക്, ആരുമാവട്ടെ, നേഴ്സ് ആവട്ടെ, ഡോക്ടർ ആവട്ടെ, ഡ്രൈവർ ആവട്ടെ, കണ്ടക്ടർ ആവട്ടെ, കൃഷിക്കാരനാവട്ടെ, ആരുമായാലും നമ്മൾ ഈ കുർബാനയുടെ ചൈതന്യം നമ്മൾ ദേവാലയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വ്യക്തമായോ? വേറെ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാന ജീവിതവുമായി ബന്ധമില്ലാത്ത ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് പച്ചയായ ജീവിതത്തിന്റെ നിറവും മണവും പേരുന്ന ജീവിത ഗ്രന്ഥിയാണ്. അങ്ങനെ തുടങ്ങി പോകരുത് കേട്ടോ. അതായത് ഞാൻ ക്രോണോസിൽ അർപ്പിക്കുന്നത് ജീവിത ബലിയാണ്. അതിന്റെ പ്രതീകമാണ് തീർച്ചയായും തിരുവോസ്തിയും വീഞ്ഞും സമർപ്പിക്കുന്നത്. പക്ഷേ സമർപ്പിക്കുന്ന ജീവിതമാണ്. നമ്മുടെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ചാൽ അതിനെ ജീവിക്കുവാൻ ശ്രമിക്കുക. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതാണ് നോക്കിക്കൊണ്ടാകുന്നുണ്ട്. വിശുദ്ധ കുർബാന ജീവിക്കേണ്ട രഹസ്യമായ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ഞാൻ ആ ചിന്ത കടമെടുത്തിരിക്കുകയാണ്. എന്റെ സ്വന്തം ചിന്തയല്ല കേട്ടോ. പാകിസ്ഥാനാഥൻ, നമുക്ക് എല്ലാവർക്കും ഏറെ സ്നേഹവും ആദരവുമുള്ള പാകിസ്ഥാനാഥനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ സുന്ദരമായ പ്രബോധനം 2007 ഇറങ്ങിയതാണ് സാക്രമെന്തും കാരിത്താത്തീസ്. നോട്ട് ചെയ്തവർക്ക് സാക്രമെന്തും കാരിത്താത്തീസ്. അതിനോട് പറഞ്ഞ കാര്യം ഉപവിയുടെ കൂദാശ. പേജ് 2 ആദ്യത്തെ ലൈനിലുണ്ട് ഉപവിയുടെ കൂദാശ, സാക്രമെന്തും കാരിത്താത്തീസ്. ആ പേര് നോട്ട് ചെയ്യണേ. ആ പ്രബോധനത്തില് ഇത്രയും അറിവും പാണ്ഡിത്യവും ഉള്ള വിശുദ്ധനായ ഭാഗ്യസ്മരണരായ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന 3 കാര്യമുണ്ട്. ഒന്ന്, വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ പഠന കളരിയ, സ്കൂൾ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ഒരു പാഠശാലയ, കളരിയാണ്. രണ്ടാമത്തേത്, വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ട ഒരു രഹസ്യമാണ്. ആ വാക്ക് മറന്നു പോകരുത്. എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. കണ്ണുപൊട്ടി വിശ്വസിക്കുക. ലത്തീൻ കുർബാനയിൽ സ്ഥാപനവാക്യം കഴിയുമ്പോൾ തിരുശരീര രക്തങ്ങൾ ഉയർത്തിയ ശേഷം കാർമികൻ പറയും മിസ്റ്റേരിയം ഫിദൈ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററി ഓഫ് ദ ഫെയ്ത്ത്. മറുപടി എന്ന സമയത്ത് ലോർഡ്, we proclaim your passion, we proclaim your resurrection, we proclaim your second coming. നിന്റെ മരണവും നിന്റെ ഉത്ഥാനവും നിന്റെ രണ്ടാമത്തെ വരവും ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്നാണ് കുർബാനയോട് ഉദ്ദേശിച്ചാൽ വിശുദ്ധ കുർബാന അത് ഭയങ്കര രഹസ്യമാണ്. നമ്മളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ എടുത്ത് ഉയർത്തുന്ന ഈ വിശുദ്ധ കുർബാന എന്ന ഈശോയുടെ തിരുശരീര രക്തരഹസ്യങ്ങള് അത് ഈശോയുടെ പീഡാ, സഹന, മരണ, ഉത്ഥാനങ്ങളുടെ അനുസ്മരണമാണെന്നും ഈ വിശുദ്ധ കുർബാനയിൽ തിരുശരീര രക്തങ്ങളുടെ സാദൃശ്യത്തിൽ ഈശോ മിശിഹ സത്യമായും സജീവമായും യഥാർത്ഥത്തിലും സന്നിഹിതമായിരിക്കുന്നുള്ളത് ബുദ്ധി കൊണ്ടോ ടെക്നോളജി കൊണ്ടോ നിർമ്മിത ബുദ്ധി, പുതിയ സയൻസ് അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എനിക്കറിയില്ല കേട്ടോ. ഒന്ന് കൊടുത്ത് നോക്കിയേ, ചാറ്റ് കൊടുത്ത് നോക്കിയേ. ഈ വിശുദ്ധ കുർബാന എന്ന രഹസ്യത്തെ ഒന്ന് വിശദീകരിച്ച്
പക്ഷേ അങ്ങനെ ChatGPT കൊണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടോ വിശദീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യം, മറിച്ച് ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ബിലീവ്, കണ്ണും പൂട്ടി വിശ്വസിക്കുക. പരിശുദ്ധ കന്യകാമറിയും മംഗളവാർത്തയിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചതുപോലെ 100 വയസ്സെത്തിയ അബ്രാഹത്തിന് സാറായിക്ക് ഈ വാർത്തകൾ ജനിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചതുപോലെ, ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി കണ്ണും പൂട്ടി ഇറങ്ങി പുറപ്പെട്ടതുപോലെ മിസ്റ്ററി ടു ബി ബിലീവ് തന്നെ വായിച്ചുകൊള്ളുക. മൂന്നാമത്തേത് വിശുദ്ധ കുർബാന ആഘോഷിക്കേണ്ട രഹസ്യമാണ്, അല്ലെ? എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. ഭയങ്കരമായ ചിന്തയാകട്ടോ. പരിശുദ്ധ കുർബാന എന്നത് തട്ടിമുടുത്തിരിക്കുന്ന കാര്യമല്ല കേട്ടോ. 5-10 മിനിറ്റ് എടുത്ത് തീർക്കേണ്ട ഒരു ചടങ്ങല്ല, മറിച്ച് ആഘോഷമായിട്ട് സെലിബ്രാന്തി ആഘോഷിച്ച് സ്വന്തമാക്കേണ്ട അന്നത്തെ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത് പറയാമോ? ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചിടാം. ഒരു ആഘോഷം, ഒരു ഫ്ലോയാണ്. അവസാനം അതുപോലെ ഓടത്തിൽ നിന്നുകൊണ്ട് പൂർത്താമ പ്രാർത്ഥന ചൊല്ലി ദൈവജനത്തെ ആശീർവദിച്ച് ജനത്തെ യാത്രയാക്കി തിരിച്ച് ത്രോണോസിൽ വന്ന് രഹസ്യമാക്കാൻ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, കർത്താവിന്റെ കബളിടമേ സ്വസ്തി, അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും അവൻ മോഹത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് സിംഗിൾ സെലിബ്രേഷൻ. അതിനകത്ത് പാട്ടുകളുണ്ട്, ഗീതങ്ങളുണ്ട്, കർമ്മക്രമങ്ങളുണ്ട്, ഇരിക്കാറുണ്ട്, നിൽക്കാറുണ്ട്, മുട്ടുകുത്താറുണ്ട്, അല്ലെ? വായിച്ച് കേൾക്കാറുണ്ട്, ചൊല്ലാറുണ്ട്. കുർബാന ഈസ് എ സിംഗിൾ സെലിബ്രേഷൻ. വലിയ ആഗ്രഹമാണ് കുർബാന പറയുന്നത്. തുടങ്ങി പിന്നെ ഓരോ പോയില്ല. അതിനകത്ത് ധാർമ്മികരുണ്ട്, അത്താരമാരന്മാരുണ്ട്, സംസ്ഥാനമാരുണ്ട്, കൊയറുണ്ട്, കപ്പ്യാരുണ്ട്, പാട്ടുകാരുണ്ട്. സിംഗിൾ ഹാർമണി സെലിബ്രേഷൻ ഞാൻ പറയും കേട്ടോ. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഈസ് എ സെലിബ്രാന്തി, ആർട്ട് ഓഫ് സെലിബ്രേറ്റിംഗ്. തീർന്നില്ല. പാപ്പ വീണ്ടും പറയാം, മൂന്നാമതിനെ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ കുർബാന ജീവിക്കേണ്ട രഹസ്യമാണ്. എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. നമ്മുടെ പോയിന്റതാകട്ടെ, ഇന്നത്തെ പോയിന്റതാ. എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. വിശുദ്ധ കുർബാന ജീവിക്കേണ്ട ഒരു രഹസ്യമാണ്. എന്ന് വെച്ചെന്നാൽ അൾത്താരയിൽ നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ അനുസ്മരിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അൾത്താരയിൽ മുറിയപ്പെട്ട വിഭജിക്കപ്പെട്ടതുപോലെ നമ്മുടെയും ജീവിതങ്ങളിൽ ഇനിയും മുറിയപ്പെടണം. സന്തോഷമാകട്ടോ. എനിക്ക് വലിയ പേടിയോ? ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അറിയാവുന്ന ഞാൻ കരുതും പഠിച്ചതാണല്ലോ. അതായത് നമ്മുടെ പരിശുദ്ധ കുർബാനയില് വിഭജന ശുശ്രൂഷ കഴിയുമ്പോൾ അതായത് തിരിശരീരം എടുത്ത് ഉയർത്തി അത് താഴ്ത്തി വാഴ് മുറിച്ച് അത് ഊഷ്മം ചെയ്ത് അവസാനം അറിയാം രണ്ടായി വിഭജിക്കപ്പെട്ട തിരുവോസ്തിയുടെ അടിയിലത്തെ ഭാഗം കാസായിലേക്കും മുകളിലത്തെ ഭാഗം ധാർമ്മികയിലേക്കും. അതിന് അർത്ഥം എന്നറിയാമോ? ഡൊമിനിക്കച്ച, നീ ഇപ്പോൾ അർപ്പിച്ച ഈ ബലിയുണ്ടല്ലോ, ഇത് കാസായിലേക്ക് വിളിക്കുന്നുണ്ടല്ലോ, ഇന്നിലേക്ക് എന്ന് വെച്ചെന്നാൽ ഈ മുറിയപ്പെട്ട ശരീരം പോലെ, മുറിയപ്പെട്ട ചിന്തപ്പെട്ട രക്തം പോലെ ഡൊമിനിക്കച്ച അങ്ങയുടെ ശരീരവും മുറിയപ്പെടണം, അങ്ങയുടെയും രക്തം ചിന്തപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുക. പരോക്ഷമായ ഭാഷയിൽ മിസ്റ്ററി. ഇതല്ല നിങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങൾ പള്ളിക്ക് പുറത്തേക്ക് പോയി നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പില്, നിങ്ങളുടെ ശരീരത്തിലെ വിയർപ്പിന്റെ ഗന്ധത്തില്, നിങ്ങളെ വരഞ്ഞു കീറിയ കൈകള്, നിങ്ങളെ വരഞ്ഞു കീറിയ കാൽപ്പാടുകൾ, അത് മുറിയപ്പെട്ട ശരീരമല്ലേ? ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിങ്ങൾ സ്വയം ചിന്തപ്പെടുമ്പോൾ അല്ലേ മുറിയപ്പെട്ട ശരീരം, ചിന്തപ്പെട്ട രക്തം. എനിക്ക് വരുന്ന വഴിക്ക് ഞാനൊരു പഴയ സുഹൃത്തിന്റെ വീട്ടിൽ അത് പറഞ്ഞേക്കാം, പാലാ ബിഷപ്പ് ഹൗസിൽ ജോലി ചെയ്യുന്ന അവരുടെ ഗാർഡനറായ ഒരു ജോഷി ചേട്ടൻ, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെയാണ്. അവന് 3 മക്കളാണുള്ളത്.
ആദ്യത്തെ മോന് കുഴപ്പമൊന്നുമില്ല, നല്ല 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 പക്വത, നല്ല ശാരീരിക സമഗ്രതയുള്ള കുട്ടി. രണ്ടാമത്തെ കുട്ടിക്ക് അന്ധതയായി, അന്ധയാണ് പെൺകുട്ടിയാണ്, അന്ധയായിട്ട് അവിടെ ജനിച്ചത്. പക്ഷേ ആ കുട്ടിയെ അബോർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, ജോഷി കുട്ടിക്ക് അന്ധത ഉണ്ടാവും കേട്ടോ, 3 ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ സന്തോഷത്തോടെ അനുസരിച്ചു. വീണ്ടും മൂന്നാമത് ജോഷി ഭാര്യയും അവരുടെ ഗർഭിണിയായി. മൂന്നാമത്തെ കുഞ്ഞിന് അന്ധതയാണ്. അന്ധത മാത്രമല്ല, അന്ധതയുണ്ട്, വ്യതിരതയുണ്ട്, മൂകതയുണ്ട്. മാത്രമല്ല ഇപ്പോൾ മാസങ്ങളെ ആയുള്ളൂ. ഇപ്പോൾ ആ കുട്ടിയുടെ ശരീരമെല്ലാം ഇങ്ങനെ അങ്ങ് ചുരുണ്ടു പോവുക, എല്ലെല്ലാം പൊടിയുകയാണ്. അപ്പോഴും ആ ജോഷിക്ക് ഒരു പരാതിയില്ല. ഇതല്ലേ വിശുദ്ധ കുർബാന? നോക്കിക്ക്, വേണമെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാമായിരുന്നു, നശിപ്പിച്ച് കളയാമായിരുന്നു. അങ്ങനെയുള്ള ആ നൊമ്പരങ്ങളുള്ള അവസ്ഥയിലും ആ ജോഷി ആ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി, മുറിയപ്പെട്ട ശരീരങ്ങളല്ലേ, മുറിയപ്പെട്ട ജീവിതങ്ങളല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാകട്ടോ, വാസ്തവത്തില് കുർബാന അർപ്പിക്കുന്ന വൈദികരായ ഞങ്ങളും കുർബാന സ്വീകരിക്കുന്നവരും പങ്കുചേരുന്നവരുമായ നമ്മളെല്ലാം ഈ വിശുദ്ധ കുർബാന നമ്മളെല്ലാം വിശുദ്ധ മക്കളെ, സംശയമില്ല. അതല്ലേ മത്സരം പറഞ്ഞില്ലേ, മാമോദീസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധരാകാനും വിശുദ്ധരാകാനും വിളിക്കപ്പെട്ടവരല്ലേ. ഇപ്പോൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സുന്ദരമായ ആധികാരിക പ്രബോധനമാണ് എവാഞ്ചലി ഗൗഡിയം. എവാഞ്ചലിക് ഗൗഡിയം. ആ പ്രബോധനത്തില് പരിശുദ്ധ പിതാവ് 2 തരം വിശുദ്ധരെ കുറിച്ച് പറയുന്നുണ്ട്. അറിയാമോ? സഭ 2 തരം വിശുദ്ധരുടെ പേര് പറയാം. 2 തരം വിശുദ്ധരെ അറിയാമോ? നിങ്ങളൊരു ജിജ്ഞാസ നടത്താൻ വേണ്ടിയാണ്. സഭയില് 2 തരം വിശുദ്ധന്മാരുണ്ട്. ആർക്ക് പറയാം? പിന്നെ അല്ലാത്തവരോ? ഒരു കാറ്റഗറി അറിയപ്പെടുന്നത്, അല്ലാത്തവരോ? ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചോദിച്ചു. ഉടനെ ഒരു കുട്ടി അച്ഛ, സഭയിൽ 2 തരം വിശുദ്ധരുണ്ട്. ഒന്ന് കറുത്ത വിശുദ്ധരും, 2 വെളുത്ത വിശുദ്ധരും. കാരണം എല്ലാ കൊച്ചിന്റെ പള്ളിയിലെ മാർട്ടിൻ ഡി പോറസിന്റെ രൂപം അതുപോലുണ്ട്. മാർട്ടിൻ ഡി പോറസ് കറുത്ത് കേട്ടിട്ട് കുറച്ച് കാണിച്ചാല് കറുത്ത ബ്ലാക്ക് സ്റ്റെയിൻസ്. തൊട്ടടുത്ത അന്തോനീസ് പള്ളി നല്ല വെളുത്ത നല്ല സുമ്പളൻ കുട്ടപ്പനായിട്ടുള്ള നല്ല സാഹിബ് കുട്ടപ്പനായ വിശുദ്ധ. അതുകൊണ്ട് 2 വിശുദ്ധര്, കറുത്ത വിശുദ്ധരും വെളുത്ത. അതാണ് ഉദ്ദേശിക്കുന്നതല്ല. പോലെ തന്നെ കടമെടുക്കുകയാണ്. ഇതാ പറയുന്നത്. ഒന്ന് കാനനൈസ്ഡ് സെയിൻസ്, പേര് വിളിക്കപ്പെട്ട വിശുദ്ധര്. രണ്ടാമത്തേത് പേര് വിളിക്കപ്പെടാതെ സെയിൻസ്. വാക്കുകള് സെയിൻസ് ക്ലോസ് ടു ദ ഡോർ, കൈയെത്തുന്ന ദൂരത്ത് നമ്മുടെ വാതിൽപ്പടിയിലുള്ള നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ സ്വന്തം മാതാപിതാക്കന്മാര്, നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകള്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം അവരെല്ലാം പേര് വിളിക്കപ്പെടാത്ത കൈയെത്തുന്ന ദൂരത്ത് മാത്രം വസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇവിടെ ചേർക്കും കേട്ടോ. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് രോഗിണിയായ ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര്, നമ്മുടെ കുടുംബത്തിൽ ഭിന്നശേഷിയുള്ള മക്കളെ തള്ളിക്കളയാതെ അവരെയും ചേർത്ത് വിളിക്കുന്ന മാതാപിതാക്കന്മാര്, ഇതൊക്കെ വിശുദ്ധ കുർബാന ജീവിക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് വിശുദ്ധ കുർബാന ജീവിക്കേണ്ട രഹസ്യമാണ്. അത് കൂട്ടിച്ചേർത്ത് വായിക്കാമോ? റോമാലേഖനം തന്നെയുണ്ട്. റോമാലേഖനം 12:1 നോക്കി വായിക്കാമോ ആ ടെക്സ്റ്റ്? റോമാലേഖനം 12:1 വായിക്കാമോ? പേജ് 2-നകത്ത് ഇപ്പൊ പറയുന്ന പോയിന്റിനകത്തുണ്ട് മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. വായിക്കാമോ? ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. മനസ്സിലുമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിത വിശ്വസ്തതയിൽ, നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ വിശ്വസ്തതയില്, ഞങ്ങൾ ഞങ്ങളുടെ ബ്രഹ്മചര്യ പൗരോഹിത്യ വിശുദ്ധിയെ ജീവിക്കാനും
നമ്മുടെ ശരീരത്തിന്റെ നൈർമല്യവും വിശുദ്ധിയും ചോർന്നു പോകാതെ ജീവിക്കുമ്പോൾ അവിടെ യഥാർത്ഥ ആരാധനയുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നു, ഹോളി കുർബാന ഈസ് ദ സ്കൂൾ ഓഫ് ഫെയ്ത്ത്. രണ്ട്, ഹോളി കുർബാന ഈസ് എ മിഷണറി ടു ബിലീവ്. മൂന്നാമത്തേത്, ഹോളി കുർബാന എ മിഷണറി ടു ബി സെലിബ്രേറ്റഡ്. നാലാമത്തേത്, ഹോളി കുർബാന എ മിഷണറി ടു ബിലീവ്. രണ്ടാമത്തെ പോയിന്റായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്, വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ നീരുള്ളവയും അത്യച്ചിയുമാണ്. ഇതെന്റെ വാക്കല്ല കേട്ടോ. 62 വർഷം മുമ്പ് സമാപിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധനാ ക്രമത്തെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ 10ാമത്തെ ഖണ്ഡികയിലെ വാക്യം വായിക്കാമോ? കൂട്ടിയിട്ടുണ്ട്. പേജ് 2 വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മാത്രം. സഭയുടെ പ്രവർത്തനം തന്നെ ആരാധനാക്രമമാകുന്ന അത്യുച്ച സ്ഥാനത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അവളുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നതും അവിടെ നിന്നും. കാരണം പ്രേക്ഷിത വേലയുടെ ലക്ഷ്യം വിശ്വാസവും മാമോദീസായും വഴി ദൈവമക്കളാക്കപ്പെടുന്നവരെല്ലാം ഒന്നുചേർന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചും വിശുദ്ധ കുർബാന സ്വീകരിച്ചും സഭയിൽ ദൈവത്തെ പുകഴ്ത്തുക എന്നതാണ്. സഭയുടെ പ്രവർത്തനം തന്നെ വിശുദ്ധ കുർബാനയാകുന്ന അത്യുച്ച സ്ഥാനത്തേക്ക് എന്ന് വെച്ചാല് the whole ecclesial life, faith life is concentrated, oriented to the holy altar, the holy കുർബാന. ഇതിനെ കൂടി ചേർക്കുകയാണ്, ഈ പരിശുദ്ധ കുർബാനയാകുന്ന ഉറവയിൽ നിന്നാണ് കൃപാവരത്തിന്റെ നീർച്ചാലുകൾ പുറപ്പെടുന്നത്. പണ്ട് പഠിച്ചിട്ടില്ലേ? ആരാധന ക്രമത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. അൾത്താരയിൽ നിന്നാണ് കൃപയുടെ നീർച്ചാലുകൾ പുറപ്പെടുന്നത്. വേറെ വാക്കിൽ പറഞ്ഞാൽ, അൾത്താരയിൽ കെട്ടിയിടപ്പെട്ട ജീവിതം വാത്സല്യമുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ, കുർബാന അർപ്പിക്കുന്ന എന്റെയും കുർബാനയിൽ പങ്കുചേരുന്നതിലെ അൾത്താരയിൽ കെട്ടിയിടപ്പെട്ട ജീവിതം. ഹോളി യൂക്കറിസ്റ്റിക്, ഹോളി കുർബാന സെന്റർ, പരിശുദ്ധ കുർബാന കേന്ദ്രങ്ങളാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്ക് വലിയ യാത്രാഭക്ഷണമാണ്. പറഞ്ഞിട്ടുണ്ട്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്രയായിരുന്നപ്പോൾ അവർക്ക് യാത്രാവേളയിൽ വിശന്നപ്പോൾ, ദാഹിച്ചപ്പോൾ അവർക്ക് ദൈവമായ കർത്താവ്, യാത്രയായ ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, ആകാശത്ത് നിന്ന് മഞ്ഞ അയച്ചു കൊടുത്തു, അല്ലെ കാടപ്പക്ഷി അയച്ചു കൊടുത്തു. അതുപോലെ സ്വർഗോന്മുഖമായ കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തളരാതിരിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന യാത്രാ ഭക്ഷണമാണ്, സ്വർഗീയ മന്നയാണ് പരിശുദ്ധ കുർബാന. വ്യക്തമാണെന്ന് കേൾക്കുന്നത്. വിശുദ്ധ കുർബാന നമ്മുടെ സ്വർഗോന്മുഖമായി നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ നടന്ന് ഈശോ വചനം മുറിച്ച് വചനം വിളമ്പി അപ്പം മുറിച്ചു തരുന്ന സുന്ദരമായ അനുഭവവും അവസരവുമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്ത പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ കുർബാന അനുഗ്രഹങ്ങളുടെ നിക്ഷേപമാണ്. കുർബാന പുസ്തകമുണ്ടോ? ഒന്ന് തുറന്ന് വായിക്കാമോ? നമ്മുടെ സ്ഥിര മലബാർ സഭയുടെ കുർബാന ക്രമത്തിനകത്ത് കൂതാശഭാഗമെല്ലാം കഴിഞ്ഞ്, അനുജ ശുശ്രൂഷയും കഴിഞ്ഞ്, സ്വർഗസ്നായ പിതാവെ ചൊല്ലിക്കഴിഞ്ഞ് വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വൈദികനാണല്ലോ, അത് കഴിഞ്ഞാണല്ലോ ഞാൻ കൊടുക്കുക. അതിനകത്ത് കുർബാന അർപ്പിച്ച കാർമികനായ വൈദികൻ തിരുശരീരം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന് വായിക്കാമോ? അതായത് പ്രാർത്ഥനയിലാണ്, കർത്താവായ മിശിഹായ അയോഗ്യനെങ്കിലും വായിക്കാം തന്നെ. കർത്താവായ മിശിഹായെ, ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം ഇതാ എന്റെ കരങ്ങളിൽ. നിന്റെ കാരുണ്യത്താൽ ദാനമായി ഞാൻ സ്വീകരിക്കുന്ന ഭയഭക്തിജനകമായ രഹസ്യത്തിന്റെ ശക്തിവിശേഷം എന്നിൽ പ്രകടമാക്കണമേ. നോക്കിയേ, അതായത് കർത്താവായ മിശിഹായെ, ഞാൻ പാപിയാണെങ്കിലും അയോഗ്യനാണെങ്കിലും നിന്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം ഇതാ എന്റെ കരങ്ങളിൽ. ഇത് ബോധ്യമാവുന്നുണ്ടോ നമുക്ക്? ഓരോ ദിവസവും ഓണോസിൽ നമ്മൾ അർപ്പിക്കുന്നത് കൈകളിൽ എടുത്ത് നാവിൽ അധരങ്ങളിൽ സ്വീകരിച്ച ഹൃദയത്തിലേക്ക് നമ്മൾ സംസ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അനുഗ്രഹങ്ങളുടെ നിക്ഷേപമാണ്. അതുകൊണ്ടാണ് സഭയിലെ വലിയ പുണ്യപ്പെട്ട പിതാക്കളെ വിളിച്ചു നോക്കിയേ, കൈക്കുമ്പിളിലെ കനകനിധി എന്ന നസായി പിതാവ് പരിശുദ്ധ കുർബാന വിളിക്കുക.
കൈക്കുമ്പിളിലെ കനകനിധിയാണ്. കയ്യിൽ സ്വർണം കഴിക്കുന്നത് നല്ല ബോധ്യമുണ്ടോ അല്ലേ? മലങ്കര കുർബാനയ്ക്കുള്ള പ്രാർത്ഥന ഇതാണ്: വിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട നിന്റെ കരങ്ങളിൽ വയ്ക്കപ്പെടുന്നു, നിന്റെ നാവിൽ വയ്ക്കപ്പെടുന്നു. വിശുദ്ധ കുർബാന അത് തീക്കട്ടയാണ്. വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ്, മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി. ഈശോ പറഞ്ഞില്ലേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ശിക്ഷാവിധിയില്ല, അവൻ നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിയിൽ നിന്ന് ജീവനിലേക്ക് കടന്നു പോയിരിക്കുന്നു. അല്ലേ? ഇത് ഓർക്കുന്നുണ്ടോ? അവസാനം എന്റെയും നിങ്ങളുടെയും ഭൗതിക ശരീരം അവസാനമായി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കി വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞില്ല, വീടും പൂട്ടി ഇറങ്ങുവാണ് മുമ്പില്. വീടും പൂട്ടി ഇറങ്ങുന്നത് നമ്മുടെ ആൾക്കാരെ സംഭവിച്ചുകൊള്ളും. ഒടുവിൽ നമ്മുടെ ഭൗതിക ശരീരം ഇടവക പള്ളികൾ കൊണ്ടുവരും. അവിടുന്ന് ഇവിടുത്തെ ഏറ്റവും ഒടുവില് സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മുടെ മൃതശരീരം, ഭൗതിക ശരീരം അവസാനമായി വയ്ക്കപ്പെടുന്ന കുഴി വ്യക്തിഗത പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ വല്ലാതെ വ്യക്തിഗത പ്രാർത്ഥനയാണ്. കർത്താവായ ദൈവമേ, മാമോദീസായാൽ മുദ്രിതവും തൈലാഭിഷേകത്താൽ അഭിഷിക്തവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം എത്ര മനോഹരമാകുന്നു. പേടിപ്പിക്കുന്നില്ല കേട്ടോ. ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരാണ്. ഉറപ്പായിട്ടും എന്റെ നിങ്ങളെയും ഭൗതികതയും വെച്ചിട്ട് അന്ന് എന്റെ ശരീരം അടക്കുന്ന അച്ഛൻ എന്ന് പറയും, മാമോദീസായാൽ ബുദ്ധിതവും തൈലാഭിഷേകത്താൽ അഭിഷിക്തവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവുമായ ഈ ശരീരത്തിന്, ഈ ഡൊമിനിക്കേഷന്റെ ഈ ഭൗതിക ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഇപ്പോൾ. ശരിയാ, ഒരാഴ്ചയിൽ തന്നെ എന്തെങ്കിലും പൊടിഞ്ഞ് അത് ചെറിയ കൊണ്ടുപോകും. എന്നാലും ഉണ്ടല്ലോ, ദിവ്യപുത്രൻ ശ്രീവായുടെ അടയാളത്തിൽ കിഴക്ക് നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ കബഴത്തിൽ നിന്ന് എന്റെ ശരീരം മഹത്വീകരിക്കപ്പെടും. ആ അമർത്യതയുടെ ഔഷധമാണ് പരിശുദ്ധ കുർബാന. മറന്നു പോകരുതേ. വീണ്ടും നോക്കിക്കേ, നമ്മുടെ കുർബാന റൂഹാഷണ പ്രാർത്ഥന ഒന്ന് വായിക്കാമോ? നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണ ക്രമത്തിലെ റൂഹാഷണ പ്രാർത്ഥന മോഹന പ്രാർത്ഥനയാകട്ടോ അല്ലേ എടുക്കാമോ? നമ്മുടെ കുർബാന ക്രമത്തിലെ പരിശുദ്ധാത്മാ അതായി മാറിയ അനാപ്പറയിലെ റൂഹാഷണ പ്രാർത്ഥന ചെല്ലാമോ? മാറി വായിക്കാം കേട്ടോ, അതിലൂടെ തന്നെ വായിക്കണമെന്നില്ല. ഞങ്ങൾക്ക് കടങ്ങളുടെ ക്രമത്തിലും കാർമ്മങ്ങളുടെ മോചനത്തിലും മനസ്സുകളുടെ ഉയർത്തിലും വലിയ ഇത് ഞങ്ങൾക്ക് കടൽകളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ രാജ്യത്തിൽ നവമായ ജീവിതത്തിലേക്ക് കുർബാന അതുകൊണ്ട് തീരുന്നില്ല. ഇതൊട്ട് ഈ കുർബാന നിത്യതയോടെ അങ്ങ് പോലും കേട്ടോ, അവിടെ എന്നെ പോയിട്ട് കൊണ്ടുപോകുന്നത്. ഈ പരിശുദ്ധ ഓരോ ദിവസവും ഇന്നും നമ്മുടെ ദേവാലയത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന ദേവാലയം കൊണ്ട് തീർന്നില്ല, നിത്യതയോളം. നോക്കിക്കേ, നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ രാജ്യത്തിൽ നമ്മൾ ഒരുമിക്കുന്നത് വരെ എന്ന് വെച്ചെന്നാൽ ഹോളി കുർബാന ഈസ് എക്സ്റ്റെൻഡഡ് ടു ഇറ്റേണിറ്റി. ചിന്തിച്ചിട്ടുണ്ടെങ്കിലും നിത്യതയോളം നീളുന്നതാണ് നമ്മുടെ ദേവാലയത്തിൽ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ. ചില മലബാർ ക്രമത്തിലാവട്ടെ, ചില മലങ്കര ക്രമത്തിലാവട്ടെ, ലത്തീൻ ക്രമത്തിലാവട്ടെ, ഏത് ക്രമത്തിലാണെങ്കിലും പരിശുദ്ധ സഭയുടെ കുർബാന അർപ്പണം നിത്യതയോളം അത് നിൽക്കുന്നു. മറ്റൊന്നാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയൊരു ആത്മീയ ആയുധമാണ്. നമ്മൾ ഇടവകപ്പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പള്ളിയിലോ നമ്മുടെ നേരാചാപ്പലിലോ മടഞ്ചാപ്പിലോ ആവട്ടെ, നമ്മുടെ കുർബാന അർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ ശക്തനാണ്. പൗരസ്ത്രീക പറയേ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതുകൊണ്ടാണ്
സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം ഒന്ന് വായിക്കാമോ? പേജ് 3 കൊട്ടേഷൻ. ഗ്രീക്ക് സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരുന്ന വിശ്വാസിയെ കാണുമ്പോൾ വലിയ ചുഴലിക്കാറ്റിനേക്കാൾ വേഗത്തിൽ സാത്താൻ ഓടി അകലുന്നു. അലറിക്കൊണ്ട് നടക്കുന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നി സമാനമായ പ്രകാശഗോളം കണ്ടാലെന്ന് പോലെ അഗ്നി കണ്ടാൽ പോകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളെ കാണുമ്പോൾ പിശാച് വാല് പൊക്കിയും പമ്പ കിടക്കുന്ന പറയുന്നത്. വലിയൊരു വരാറിയാണ്. ആകെ ബന്ധനമാണ്. വീട്ടിലെല്ലാം ആകെ തടസ്സമാണ്, ആകെ ബന്ധനം, ആകെ പൈശാചികവാദയാണ്. എങ്ങോട്ട് പോകണം? വേറെ മന്ത്രവും കൂടുതലൊന്നും നമുക്കില്ല. നമുക്കുള്ളത് വിശുദ്ധ കുർബാനയാകുന്ന വിശ്വാസമന്ത്രം. വിശുദ്ധ കുർബാന ഓരോ അനുദിനവും പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പൈശാചിക തിന്മകൾ വിട്ടുപോകുമെന്നുള്ളത് അനുഭവങ്ങളുടെ സാക്ഷ്യം. ഉറപ്പാകട്ടോ. പലപ്പോഴും സംഭവിക്കുന്നത് കുർബാനയ്ക്ക് പോകുകയില്ല, കുംഭസ്ഥാനമില്ല, ദേവാലയത്തോട് ബന്ധമില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന അവിടെ കൂടുറപ്പിക്കും അല്ലേ? നമുക്കറിയാം, ഈശോ പറയുന്നില്ലേ, അതായത് വീട് നമ്മൾ അടിച്ചു തൂക്കുവാൻ വൃത്തിയാക്കാൻ കൃപ കൊണ്ട് നിരച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ബാക്കിയുള്ള അതിയേക്കാൾ കരുത്തന്മാരായ 7 വിശ്വാസികൾ ആവശ്യം അല്ലേ? അപ്പൊ അതുകൊണ്ട് വിശുദ്ധ കുർബാന വലിയൊരു കരുത്താണ്. അടുത്ത് നോക്കിക്കേ, നമ്മുടെ കുർബാനയിലും നമുക്ക് നല്ല വിശുദ്ധ മലബാർ കുർബാനയിലും ഒരു ശ്രീവാചകനുണ്ടല്ലോ, ഒന്ന് എടുക്കാമോ? ശ്രീവാചകനത്തിന്റെ പാട്ട് എടുക്കാമോ? പോലീസാറ് കണ്ടേ. എനിക്ക് വലിയ പാട്ടും പറയുന്നത് എനിക്ക് പാട്ട് പാടായതായി പാടാതിരിക്കുക. നമ്മുടെ ഹൃദയം അവനോ ദക്ഷിണമായതു വഴിയ മധ്യഗണം കർത്താവേ കുരിശികുരങ്ങൾക്കെന്നും ശക്തിയും കോട്ടയമാ ദുഷ്ടാത്മാവിലെ ഞങ്ങൾ അതുവഴിയ ദുഷ്ടാത്മാവിനെയും അവന്റെ കെണികളെയും നമ്മൾ വിജയിക്കുന്നത് വിശുദ്ധ സ്ലീബായുടെ അടയാളത്താലാണ്, വിശുദ്ധ കുർബാനയുടെ അർപ്പണത്താലാണ്. ഇതേ ആശയം വീണ്ടും വരുന്നതാണ് നമ്മുടെ കുർബാനക്രമത്തിൽ കുർബാനയില് സാഷ്ടാംഗ പ്രണവത്തിന്റെ ഭാഗം എടുക്കാമോ? സാഷ്ടാംഗ പ്രണവത്തിന്റെ ആ ഭാഗം അകത്തുണ്ട്. അതായത് പഠിച്ചതല്ല, നാസ കുർബാനയില് ഹരിക്കനായുടെ നടുക്ക് വെച്ചിരിക്കുന്ന ശിവ അതിനകത്തുള്ള ആ പിരിപ്പ് 4 വർഷത്തിൽ ജീവിച്ച ശേഷം വീണ്ടും മധ്യഭാഗത്ത് വന്ന് ക്രോണോസിലേക്ക് തിരിഞ്ഞ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. കർത്താവാം മിശിഹായേ നിൻ കാരുണ്യവാതിൽ വലതുകരം നീട്ടണമേ, ആശിസ്സുകൾ നിൻ കാരുണ്യമനന്ത കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിൽ ഒരു നാളും ഏൽപ്പിക്കരുതേ. മനോഹരമായ പാട്ടാണല്ലോ. നിന്റെ അനുഗ്രഹമായ ഈ ജനത്തിന് ആശിസ്സുകൾ നൽകണമേ, നിൻ കാരുണ്യം അനന്ത കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിന്റെ കരങ്ങളിൽ ഒരു നാളും ഏൽപ്പിച്ചിടരുതേ. എന്തോ എന്ന് വെച്ചെന്നാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാവരെയും ദൈവം തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അടുത്ത മറ്റൊരു ചിന്തയാണ്, അടുത്ത കടക്കാൻ പോവുകയാണ്. ദൈവ ആരാധനയും ക്രൈസ്തവ ജീവിതവും തമ്മിലുള്ള പാരസ്പരികത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ദൈവ ആരാധനയും ദേവാലയത്തിൽ നാം അർപ്പിക്കുന്ന ദൈവാരാധനയും നമ്മുടെ അനുദിന ജീവിത രീതികളിൽ തുടരുന്ന ക്രൈസ്തവ ജീവിതം തമ്മിൽ വലിയൊരു പാരസ്പരികത.
ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. വേറെ വാക്കിൽ പറഞ്ഞാൽ as we celebrate so we live, as we live so we celebrate. കേട്ടോ, ഇത് വെച്ചെന്നാൽ വിശുദ്ധ കുർബാനയുടെ അർപ്പണവും നമ്മുടെ ദൈനംദിന ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്പർ 4, സെക്കൻഡ് പാരഗ്രാഫ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേളയിൽ ഈശോ ചെയ്ത 3 കാര്യങ്ങൾ: അപ്പം എടുത്ത് ഉയർത്തി, വാഴ്ത്തി വിശുദ്ധീകരിച്ച്, മുറിച്ച് വിളമ്പി. ഈ കാര്യങ്ങൾ തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ തുടർച്ചയായ നമ്മുടെ ജീവിത രീതികളിലും സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനകളെ ഉയർത്തലും വാഴ്ത്തലും മുറിയപ്പെടലും നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിത രംഗങ്ങളിലെ ചെറുതും വലുതുമായ വ്യത്യസ്ത അനുഭവങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങളിൽ തോന്നുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ ത്യാഗവിസ്മയങ്ങളും കുടുംബ ജീവിത പങ്കാളികളുടെ പരസ്പരമുള്ള കരുതലും കാവലും ഉയർത്തുന്ന ത്യാഗോജ്ജലമായ ശുശ്രൂഷകളും ലോകമെമ്പാടുമുള്ള വൈദിക സഹോദരങ്ങൾ സമർപ്പിക്കുന്ന വൈവിധ്യമാർന്ന പൗരോഹിത്യ ശുശ്രൂഷകളും വിശ്വാസികളുടെ സമൂഹം സഹോദരങ്ങൾക്ക് നൽകുന്ന വിവിധതര ശുശ്രൂഷകളെല്ലാം വലിയ ജീവിതത്തിന്റെ ചില ഉദാഹരണമാണ്. വശനാല് വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മാത്രമല്ല, ഇത് പുതിയ കാര്യമല്ല കേട്ടോ. ഇത് സഭയുടെ ആദ്യ കാലം മുതലൊക്കെ അങ്ങനെയായിരുന്നു. ആദിമസഭയിൽ നാം വായിക്കുന്നല്ലോ, പുസ്തകം 2-ാം അധ്യായം 42-ാമത്തെ വചനം. മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും ശ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിൽ, അത് പറയാമോ, ശ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിലും അപ്പം മുറിക്കലിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും പങ്കുചേർന്നിരുന്നു. 4 കാര്യമാണ്: ശ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന. ഈ 4 കാര്യങ്ങൾ സജീവമായി പങ്കുചേർന്നിരുന്ന ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ വലിയൊരു ആഗ്രഹം ബലിക്ക് പകരം ബലി, സ്നേഹത്തിന് പകരം സ്നേഹം. ബലിക്ക് പകരം ബലി, സ്നേഹത്തിന് പകരം സ്നേഹം. പേജ് നമ്പർ 4-നകത്തുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. ബലിക്ക് പകരം ബലി, സ്നേഹത്തിന് പകരം സ്നേഹം എന്നതായിരുന്നു അവരുടെ പ്രമാണം. ഈശോയ്ക്ക് വേണ്ടി, അവിടുത്തെ സുവിശേഷത്തിന് വേണ്ടി, അവരുടെ സഭയ്ക്ക് വേണ്ടി പീഡനങ്ങളും മർദ്ദനങ്ങളും രക്തസാക്ഷിത്വം പോലും ഏറ്റുവാങ്ങുവാൻ ആദിമ സഭയിലെ വിശ്വാസികൾ മടി കാണിച്ചില്ല. ആദിമ സഭയിലെ പിതാക്കന്മാർ അഗ്രഗണ്യനാണ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യൻ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിന്റെ 7 ലേഖനം പ്രധാനപ്പെട്ട ഒന്നാണ് റോമായിലെ സഭയിലെ ലേഖനം. നമുക്ക് നോക്കാമോ? വിശുദ്ധ ഇഗ്നേഷ്യസ് പ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്, മിശിഹായ്ക്ക് ഒരു പാവന ശരീരം നിർമ്മിക്കാൻ ഞാൻ വന്യമൃഗങ്ങളുടെ പല്ലുകളാൽ പൊടിക്കപ്പെടട്ടെ. പെട്ടെന്ന് ഓർക്കുന്നാകട്ടോ. ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും ആഫ്രിക്കൻ ദേശങ്ങളിലുമൊക്കെ ഇസ്ലാമിക തീവ്രവാദികളുടെ മുൻപില് ഒക്കെ അവിടെ ഈ ഭീകര പ്രവർത്തകര് ക്രൈസ്തവ കഴുത്ത് വെട്ടിമുറിക്കുമ്പോഴും അല്ലാഹു എന്ന് പറയാൻ വൈമനസ്യം കാണിച്ച് ഈശോ മിശിഹ ഞങ്ങളുടെ രക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം ശിരസ് മുറിക്കപ്പെടുന്ന രക്തസാക്ഷികളായ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവിടെ ചെയ്യുന്നതല്ലയോ? എടുത്ത് ഉയർത്തി വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ചു കൊടുക്കുക. രക്തസാക്ഷിത്വം അത് വിശുദ്ധ കുർബാന തന്നെയാ കേട്ടോ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ആശങ്ക പറയുന്നതാണ്. അധികം താമസിക്കാതെ ഞാനും നിങ്ങളുമൊക്കെ ഇതുപോലെയുള്ള രക്തസാക്ഷിത്വത്തിന്റെ അനുഭവങ്ങൾ കടന്നു പോകേണ്ടി വരുമെന്ന് സമകാലിക സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അവിടെ ഈശോയെ പ്രതി, അവന്റെ വിശുദ്ധ സുവിശേഷത്തെ പ്രതി, അവന്റെ സത്യസഭയെ പ്രതി വിശ്വാസത്തിൽ നിലകൊള്ളുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ കുർബാന ചൈതന്യം പറയുന്നത്. ഞാൻ ക്ലാസ് അവിടെയാണ് ആരംഭിച്ചത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ മാത്രം സമാഹാരമല്ല, മറിച്ച് നാം ഓരോ ദിവസവും
ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. മാത്രമല്ല കേട്ടോ, ആദിമസഭയിൽ സംബന്ധിച്ചെല്ലാം എന്താ പറയുക നൽകി, ഞായറാഴ്ച ആചരണമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. സീനെ ഡൊമിനിക്കാൻ നോൺ ബോസ്മോസ് വിതൗട്ട് സൺഡേ വി കനോട്ട് ലീവ് എന്ന് പറയുവാണെങ്കിൽ അവനല്ലേ എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളത് പറയുമായിരിക്കും. നമ്മുടെ ന്യൂജൻ ബോയ്സ് ആൻഡ് ഗേൾസ് പറയോ അങ്ങനെ പറയുവാണ്, എനിക്കറിയത്തില്ല. വിതൗട്ട് സൺഡേ വി കനോട്ട് ലീവ്. ഞായറാഴ്ച കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന് പറയാൻ നമുക്കുള്ള സങ്കേതമുണ്ടോ? ഇന്ന് നമുക്കറിയാമല്ലോ, സൺഡേ ഹാസ് ഗിവൺ വേ ടു വീക്കെൻഡ് സെലിബ്രേഷൻ. വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കാറെടുത്ത് പോവുകയാണ് റിസോർട്ടുകളിലേക്ക്, വാഗമണ്ണിലേക്ക്, ബീച്ചിലേക്ക്, വർക്കല ബീച്ചിലേക്ക്, കോവളം ബീച്ചിലേക്ക്. എന്തിനാ? ടു സെലിബ്രേറ്റ് ദ വീക്കെൻഡ്, നോട്ട് ടു സെലിബ്രേറ്റ് ദ സൺഡേ. പലപ്പോഴും വാഗമണ്ണിന് പോകുമ്പോൾ, വർക്കലയ്ക്ക് പോകുമ്പോൾ, കോവളത്തിന് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് സൺഡേ യൂക്കറിസ്റ്റി സെലിബ്രേഷൻ ആണ്. അപ്പൊ ബോധമുണ്ടോ നമുക്ക്? ശരിയില്ല കേട്ടോ. നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാര്, നമ്മുടെയൊക്കെ പൂർവികര് ഞായറാഴ്ച കുർബാന മുടക്കിയുള്ള ഒരു കാര്യവും അവർക്ക് ഇല്ലായിരുന്നു. സീനെ ഡൊമിനിക്ക നോൺ പോസ്മോസ്. കണ്ടോ? കേട്ടോ. അടുത്ത വാക്ക് നോക്കിക്കേ. ഞങ്ങൾ കർത്താവിന്റെ ദിവസത്തിന്റെ ഞായറാഴ്ച കുർബാനയുടെ നിലയ്ക്കാത്ത ജാഗ്രതയില്ല. അതായത് ഓരോ ആഴ്ചയിലും ഞായറാഴ്ച ഇടവക പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുർബാനയെ അർപ്പിച്ച് ആ കുർബാനയുടെ ചൈതന്യം, അതിന്റെ ജാഗ്രതയുമാണ് അടുത്ത ഒരാഴ്ച മുഴുവനും. എന്ന് വെച്ചെന്നാൽ നമ്മൾ ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഇടവപള്ളി കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചത് അടുത്ത ഞായറാഴ്ച വരെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾക്കുള്ള കരുത്ത് സ്വീകരിക്കുവാണ്. സാധിക്കുമെങ്കിൽ ഓരോ ദിവസവും പങ്കെടുക്കുമ്പോൾ അന്നത്തെ കുർബാന ഒരു പിറ്റേശ കുർബാന വരെയുള്ള നമ്മുടെ ജീവിതയാത്രയ്ക്ക് കരുത്ത് സ്വീകരിക്കാനല്ലയോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച കുർബാനയുടെ നിതാന്ത ജാഗ്രതയിലാണ്. ആര് ശ്രദ്ധിക്കുന്നത്? നന്ദി കൈവച്ച് പറയുന്ന കേട്ടോ, നൊമ്പരമുണ്ട്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന യുവതയുടെ എണ്ണം വല്ലാതെ കുറയുന്നുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. ഞായറാഴ്ച കുർബാന എടുത്ത് നോക്കിയ പേജ് 5 ചുരുക്കി പറഞ്ഞാൽ ദൈവ ആരാധനയും ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. വാക്കുകൊണ്ടോ ഓർത്തോഡോക്സി ആൻഡ് ഓർത്തോപ്രാക്സി. ഓർത്തോഡോക്സി മീൻസ് സത്യ ആരാധന. ഓർത്തോപ്രാക്സി മീൻസ് ശരിയായ ധാർമ്മിക ക്രൈസ്തവ ജീവിതം. നന്നായി ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ നന്നായി ജീവിക്കാനാവുകയുള്ളൂ. നന്നായി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഒരാൾക്ക് മാത്രമേ കൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ പാലിച്ചുള്ള നല്ല ഓർത്തോപ്രാക്സി, നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാനാവുകയുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നാം എങ്ങനെ ആഘോഷിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു, നാം എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ആഘോഷിക്കുന്നു. As we celebrate, so we live. As we live, so we celebrate. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പ്രത്യേകം പറയുന്ന കാര്യമാണ്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ 2 അടിസ്ഥാന ഉറവിടങ്ങളാണ് ദൈവ ആരാധനയും പരസ്നേഹ ചൈതന്യവും. ദൈവ ആരാധന ഇല്ലാത്ത പരസ്നേഹം അത് ഒരു സോഷ്യൽ വർക്കാണ്. അത് ഈവനെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവാരാധനയോടെയുള്ള പരസ്നേഹം. നോക്കിയപ്പോൾ മദർ തെരേസ പറയുമല്ലോ, ഞങ്ങൾ രാവിലെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ച് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് ആ ദിവ്യകാരുണ്യനാഥനെ തേടി ഇറങ്ങുകയാണ് കൽക്കട്ടയിലെ തെരുവീഥികളിലൂടെ. As we celebrate, so we live. വിശുദ്ധ മദർ തെരേസയുടെ പരസ്നേഹ ശുശ്രൂഷയെ
ഒരുപക്ഷെ മറ്റ് മതസ്ഥർ ചെയ്യുന്ന ശുശ്രൂഷകൾ വ്യത്യസ്തമാക്കുന്നത് അവിടെ ദൈവാരാധനയുണ്ട്. നമ്മുടെ ക്രൈസ്തവ പള്ളിക്കൂടങ്ങള്, ക്രൈസ്തവ ആതുരാലയങ്ങള്, അവിടെ ആരാധനയുണ്ട്, പരസ്നേഹമുണ്ട്, അല്ലേ? ഇത്തരയില്ല കേട്ടോ. നമ്മുടെ ആതുരാലയങ്ങൾ, അത് പരീക്ഷ ആവട്ടെ, മാശ്രയമായ ആവട്ടെ, കാര്യത്ത ഹോസ്പിറ്റൽ ആവട്ടെ, എറണാകുളം ലിസ്യു ആവട്ടെ, അവിടെ ദൈവ ആരാധനയുണ്ട്, പരസ്നേഹവുമുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും കണ്ടോ? ദൈവ ആരാധനയും പരസ്നേഹ ചൈതന്യവുമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കണ്ടോ. ദൈവാരാധനയുടെ മനോഹാരിത അതിൽ പങ്കുചേരുന്നവരുടെ ജീവിത വിശുദ്ധിയാണെന്ന് കർദിനാൾ റെയ്മണ്ട് ലിയോ ബുർക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം തുടരുന്നു, വിശ്വാസവും വിശുദ്ധമായ ജീവിതവും തമ്മിലുള്ള പാരസ്പരിക ബന്ധത്തിന്റെ ഉറവിടം സഭയുടെ ദൈവ ആരാധന ക്രമം തന്നെയാണ്. വാസ്തവത്തിൽ ദൈവ ആരാധനയുടെ മനോഹാരിത എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിത വിശുദ്ധിയാണ്. അതുകൊണ്ടല്ലേ ഭാഷക പറയുകയല്ലേ, ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർ തനിക്ക് തന്നെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ശരിയായ ധാർമ്മിക ജീവിതം ഇല്ലാത്ത ഒരാൾക്ക് അൾത്താരയിൽ ബലിയർപ്പിക്കാനാവില്ല മക്കളെ, ഉറപ്പാണ്. കൊലപാതകം ചെയ്ത്, അബോർഷൻ ചെയ്ത്, മോഷണം ചെയ്ത്, കള്ളത്തരം കാണിച്ച്, മനസ്സാക്ഷിയെ വഞ്ചിച്ച് അധാർമികമായി ജീവിക്കുന്ന ഒരാൾക്ക് ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാനാവില്ല. ഒന്ന് തുറന്ന് വായിച്ചേ. നമ്മുടെ കുർബാനയില് സാധാരണ ദിവസങ്ങളിലെ സങ്കീർത്തനം എല്ലാം കഴിയുന്ന കാര്യമാണ്. 15ാം സങ്കീർത്തനമാണ് കേട്ടോ നമ്മുടെ കുർബാന ക്രമത്തിലെ സാധാരണ ദിവസങ്ങളിലെ സങ്കീർത്തനം. ഒന്ന് തുറന്ന് വായിക്കാം, ഒരുമിച്ച് വായിക്കാമെന്ന് തോന്നുന്നു. നമ്മുടെ കുർബാന ക്രമത്തില് കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വിശ്രമിക്കും? ബാക്കിയെല്ലാമോ കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും അയൽക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും കോപിപ്പിക്കുന്നവരെ അവഗണിക്കുന്നവനും കർത്താവിനെ ഭയപ്പെടുന്നവരെ മാനിക്കുന്നവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും അവനൊരിക്കലും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വിശ്രമിക്കും? മനോഹരവുമാകുന്നു. എനിക്കറിയില്ല കേട്ടോ, ഈ സങ്കീർത്തനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ചിന്തയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഓരോ ദിവസവും കുർബാന നടത്തിയ യോഗ്യത കണ്ടെന്ന് കരുതുന്നില്ല. കൂടാതെ ജീവിക്കുന്നവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യമുള്ളവൻ, നാവുകൊണ്ട് ചതിക്കാത്തവൻ, അയൽക്കാരനോട് തിന്മ ചെയ്യാത്തവൻ, കൈക്കൂലി വാങ്ങാത്തവൻ, സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവൻ, അല്ലേ? ശരിയല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് മുതൽ മരണം വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾ ഒന്നായി പ്രതിജ്ഞയല്ലേ? ഞങ്ങൾ ചൊല്ലിയില്ലേ? മേൽ പറഞ്ഞ കത്തോലിക്ക സത്യവിശ്വാസം എനിക്ക് വ്യാധമാണെങ്കിലും അവ്യാധമാണെങ്കിലും എന്റെ അവസാന നിമിഷം വരെ മാർപ്പാപ്പ തിരുമേനിയെയും മരണപര്യന്തം ലംഘിക്കുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അറിയില്ല കേട്ടോ, കൂട്ടി വായിച്ചോ ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ടോ നോക്കാം നമുക്ക്? എനിക്കറിയില്ല കേട്ടോ. എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്ന ദൈവമേ, നിന്റെ ബലിപീഠം അത്ര മഹനീയവും മനോഹരവുമാണ്.
അതുകൊണ്ടല്ലേ ഐശ്വര്യ പറഞ്ഞില്ലേ, ഞാൻ അശുദ്ധിയുള്ളവരും അശുദ്ധമായ അധരങ്ങളുള്ളവരും മധ്യേ വസിക്കുന്നവരുമാകുന്നു. എടുക്കാമോ? നമ്മുടെ കുർബാനയിൽ മറത്തായി മാറി കുദാശക്രമത്തിന്റെ രണ്ടാമത്തെ ഗഹാന്തയുടെ ഭൂശാപ പ്രാർത്ഥന, മൂന്നാമത്തെ ഗഹാന്തയുടെ ഭൂശാപ പ്രാർത്ഥന ഒന്ന് എടുത്തു വായിക്കാമോ? മറത്തായി മാറി കുദാശക്രമത്തില് മൂന്നാം ഗഹാന്തയുടെ ഭൂശാപ പ്രാർത്ഥന. അസ്വസ്ഥനായിരിക്കുന്നു, കാരണം എന്റെ അധരങ്ങൾ അശുദ്ധമാകുന്നു. അശുദ്ധമായ അധരങ്ങളുള്ളവരൊക്കെ വസിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചു. കർത്താവ് ഞാൻ ഇന്ന് അഭിമുഖം കണ്ട ഈ സ്ഥലത്ത് ഇത് ജനകം, ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവെ, അങ്ങയുടെ കൃപ ഞങ്ങളെ ഉണ്ടാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അക്ഷരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്തു. പറഞ്ഞത് എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ആഘോഷിക്കുന്നു, എങ്ങനെ ആഘോഷിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അൾത്താര കൊണ്ട് അല്ലെങ്കിൽ ദേവാലയം കൊണ്ട് മധുബഹ കൊണ്ട് തീരുന്നതല്ല എന്ന് ഒന്നോർക്കുക. അത് എവിടെയല്ലേ അല്പം ക്ലാസ് സ്കിപ്പ് ചെയ്യുകയാണ് സമയക്കുറവുകൊണ്ടാണ്. ഞാൻ പേജ് 6 വരികയാണ് കേട്ടോ. പേജ് 6 നമ്മുടെ ദൈവ ആരാധന, നമ്മുടെ കുർബാനക്രമം, അതിന്റെ ഓരോ പ്രാർത്ഥനകളും അതിന്റെ ഓരോ കർമ്മക്രമങ്ങൾ പോലും വലിയൊരു മോറൽ കാറ്റഗിസിസ് ആണ്. നോക്കിയേ, പേജ് 6 രണ്ടാമത്തെ പാരഗ്രാഫ്. ദൈവ ആരാധനയുടെ ഓരോ ആഘോഷവും ക്രൈസ്തവ ജീവിതത്തിന്റെ പരിശീലന കളരിയും നിരന്തരമായ ധാർമ്മിക പ്രബോധനവും കൂടിയാണ്. തിരുക്കർമ്മങ്ങളിൽ ബോധപൂർവം ഭക്തിയോടെ പങ്കുചേരുമ്പോൾ ദൈവ ആരാധനയിലെ ഓരോ പ്രാർത്ഥനകളും ഗീതങ്ങളും തിരുക്കർമ്മ അനുഷ്ഠാന വിധികളും ദേവാലയ പഠന പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ദേവാലയ സ്ട്രക്ചർ പോലും നോക്കിക്കേ, അറിയാമല്ലോ. ഐക്യല, കെസ്ട്രോമയോട് ചേർന്ന് ബേമ്മ, അവിടെ ഗാഗുൽത്ത, പിന്നെ ആ 3 പടികളും, അത് കഴിഞ്ഞ് മധുബഹ, ത്രോണോസ്, ഇടയ്ക്കെ ഭിത്തിയിലെ മാർത്തോമാ സ്ലീവ. ആ സ്ലീവായെ നോക്കി കിഴക്കോട്ട് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ what does it mean? Our Christian life is a journey oriented to heaven. സ്വർഗത്തെ നോക്കി കിഴക്കോട്ട് നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക ജനതയാണ് നാം എന്ന് പ്രഘോഷിക്കുകയല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങൾ അൾത്താര കിഴക്കോട്ട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ കിഴക്ക് ക്രമീകരിക്കുക. ഭയങ്കരമായ അർത്ഥമാകുന്നു. അതൊരു വിവാദ വിഷയമാണല്ലോ. അതൊക്കെ ഒരു അനുഷ്ഠാനമായി ഒരു റൂബ്രിക്സ് മാത്രം തരം താഴ്ത്തപ്പെടുന്ന കാലഘട്ടമുണ്ട്. വലിയ ആത്മീയതകളുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയേ, നമ്മുടെ കുർബാനയിലെ പ്രാരംഭ ഗീതമുണ്ട്. ആ പാട്ട് പാടുമ്പോൾ തന്നെ ഉണ്ടല്ലോ വാസ്തവത്തിൽ വലിയ പരിശീലനമാണ്. ഞാൻ പാടുന്നില്ലേ, അന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. ഒരുമയില്ലാതെ അൾത്താരയിൽ ബലി അർപ്പിക്കാൻ വരരുതെന്നാണ് സഭ അനുസരിപ്പിക്കുന്നത്. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം, ഗുരുവിൽ സ്നേഹമോട് ഈ യാഗം ബലിയായി അർപ്പിക്കാം. നോക്കിക്കേ, അതുകൊണ്ട് കൂട്ടായ്മയിലായിരിക്കുന്നവർക്കേ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നോക്കി അടുത്ത പ്രാർത്ഥന. അത്യുന്നതമാം സ്വർലോകത്തെ സർവേശ്വരനു സ്തുതിഗീതം, ഭൂമിയിൽ നിന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേ. ദൈവത്തിന് മഹത്വം കരയറ്റുമ്പോൾ ഈ ഭൂമിയിൽ peace on earth and hope
to men of good will. ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ ഭൂമിയിൽ സമാധാനവും സുമനസ്സുള്ളവർക്ക് പ്രത്യാശയും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഭൂമിയിൽ സമാധാനം ഇല്ലാത്തത്? എന്തുകൊണ്ട് നമുക്ക് പ്രത്യാശയില്ലാത്തത്? We don't adore God. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നവർക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായ ശാന്തിയും സമാധാനവും പ്രത്യാശയും. എവിടുന്ന് വട്ടം ഇറങ്ങുക അല്ലേ? എവിടേക്കോ സമാധാനം കിട്ടുന്ന നമുക്ക് കിടക്കുക. അവിടെ എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ ആരാധന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പള്ളിക്കകത്ത് ശരിയായി ദൈവാലയം പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിത രീതികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവിടെയൊക്കെ സമാധാനവും പ്രത്യാശയും കൈവരിക. അറിയാമെന്ന് കരുതുന്നു. ഈ മാസം 24-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക സഭയിലെ പുതിയ ജൂബിലി വർഷം ആരംഭിക്കുകയാണ് അല്ലെ? അറിയാമെന്ന് കരുതുന്നു. 2024 ഡിസംബർ 24 മുതൽ 2025 ഡിസംബർ 25 വരെയാണ്. ഈ ജൂബിലി വർഷത്തിന്റെ മുദ്രാവാക്യമായ ആപ്തവാക്യമായി ഫ്രാൻസിസ് പാപ്പ നൽകിയ വാക്യം എന്താണെന്ന് അറിയാമോ? എന്താ അറിയാമോ? പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. തീർത്ഥാടകരുടെ ശിസ്തുരാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആപ്തവാക്യം അങ്ങനെ പറയാമോ? പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. ദൈവോന്മുഖമായി, സ്വർഗോന്മുഖമായി, കിഴക്കിന് അഭിമുഖമായി പ്രത്യാശയോടെ യാത്ര ചെയ്യുന്നവരാണ് ഈ ഭൂമിയിലെ യാത്രക്കാരും അധികരും തീർത്ഥാടകരുമായ മാമോദീസ സ്വീകരിച്ച എല്ലാ മക്കളും. ഓർമ്മപ്പെടുത്തുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. അതുപോലെ നമ്മുടെ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും അവസാനിക്കുന്നത് സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. അല്ലെ? മാറാതെ കോൽ, മാറേ കോൽ, ലോർഡ് ഓഫ് ഓൾ, ക്രിയേറ്റർ ഓഫ് ഓൾ. അനേകം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. സകലത്തിന്റെ നാഥനായ ദൈവമേ, സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കുർബാനയിൽ, ആരാധനയിൽ, അൾത്താരയിലും മധ്യബദ്ധയിൽ ത്രിയേക ദൈവത്തെ സകലത്തിന്റെയും നാഥനായി എന്റെ സൃഷ്ടാവും ഉടയവനും പരമശക്തനുമായി ഏറ്റുപറയുകയാണ്. കുർബാനയിലെ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതല്ലേ വിശ്വാസം? ഇതല്ലേ ക്രൈസ്തവ ജീവിതം? ഈശോ മിശിഹായെ സകലത്തിന്റെ നാഥനായി ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലെ അസ്വസ്ഥതകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവരുടെ മനസ്സ് പകരില്ല, ഹൃദയം തകരില്ല. സംഗീതത്തിനെ പറയുന്നില്ലേ, എന്റെ സഹായം എവിടുന്ന് വരും? എന്റെ സഹായം മുകളിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരും. As we celebrate, so we live. കണ്ടോ? എന്റെ ഇപ്പൊ ഏറ്റവും പുതിയ ടെക്നിക്കാണല്ലോ ഈ IVF ഒക്കെ, അല്ലെ? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ അവലംബിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ ആ റോളിലേക്ക് നമ്മൾ ഉയരുകയാണ്, നമ്മുടെ നമ്മത്തെ പ്രവേശിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ലോർഡ് ഓഫ് ഓൾ, മറേക്കോൾ, അതാരാ? ദൈവമാണ്. സയന്റിസ്റ്റ് അല്ല, ടെക്നോളജിസ്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയെ സകലത്തിന്റെ നാഥ എന്ന് പറഞ്ഞ ദൈവത്തെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം, നമ്മുടെ ജീവിതത്തിന്റെ നാഥനായി നമ്മൾ പരിശുദ്ധ ത്രിയേക ദൈവത്തെ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ ജീവന്റെ മഹത്വത്തിനുള്ള എല്ലാ വെല്ലുവിളികളും നല്ല ഉത്തരമാണ്. അവനാണ് മാറേക്കോൽ, അവനാണ് സകലത്തിന്റെ നാഥൻ. We are only custodians. We are only guardians. We are only taking care of. അല്ലേ?
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും സങ്കീർണമായ ധാർമ്മിക ചോദ്യങ്ങൾ ഒത്തിരി കുർബാൻ ദർശനയ്ക്കകത്തുണ്ട്. ബിക്കോസ് യു ആർ ദ ലോർഡ് ഓഫ് ഓൾ, വി ബൗ ആൻഡ് പ്രൈസ് യു. അല്ലേ? വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കുർബാനയിലെ ദുർഗാമ പ്രാർത്ഥനകള് ഒന്നെടുക്കാമോ? നമ്മുടെ കുർബാനയിൽ രാസക്രമത്തില് ലേഖന വായനയ്ക്ക് ഒരുക്കമായുള്ള ദുർഗാമ വ്യാഖ്യാന ഗീതമുണ്ട്. ഒന്നെടുക്കാമോ? ലേഖന വായനയ്ക്ക് മുമ്പുള്ള വ്യാഖ്യാന ഗീതം. അതിനകത്ത് ആ പാട്ട് പാടുമ്പോഴും ആരാധന സമൂഹത്തെ സഭ സ്വാഗതം ചെയ്യുക, തന്നെ ശുദ്ധീകരിക്കാൻ. ഈശ്വരനാം ദൈവം പൂവിനുടയോ രാജമകേശൻ തന്റെ സ്നേഹവിരും നിന്നോരെ വരുവിൻ നിങ്ങൾ പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യ സുരിയാക്കിയിടിൻ ഇതല്ലേ മോറൽ കാറ്റഗൈസിസ്. പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യ പ്രത്യയിൽ നിങ്ങൾ ശുചിയാക്കിയിടിൻ ഭൗതിക ചിന്ത സരണികളെല്ലാം. പള്ളിക്കകത്ത് കോളിയേട്ടോട് സഭ അറിയുകയാണ്, കോളിയേട്ട കേൾക്കാൻ പോകുന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ അത്താര വരെ ജീവിച്ച നിന്റെ ഇന്നലത്തെ ജീവിതത്തിൽ പരിശോധിച്ച് ഡൊമിനിക്കച്ച അങ്ങയുടെ ഇന്നലെ വരെയുള്ള ജീവിതത്തെ പരിശോധിച്ച് സുവിശേഷത്തിൻ ദിവ്യ പ്രഭയിൽ ശുചിയാക്കിയതിൽ ഭൗതിക ചിന്ത സരണികളെല്ലാം. ഞാനിപ്പോഴും ഒരു കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളും ഇതുപോലെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ആഴപ്പെടുത്താനുമുള്ള ഒരു വലിയ ആഹ്വാനമാണ്. ഒന്നെടുത്ത് വായിക്കാം. നമ്മുടെ കുർബാനക്രമത്തില് കൂദാശ ഭാഗത്തിന് മുൻപ് ദേവമേൽ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അൾത്താരയിലേക്ക് പ്രവേശിക്കും. മധുബഹ പ്രവേശന പ്രാർത്ഥനയുണ്ട്. ദേവമയിൽ നിന്ന് മധുബഹാരിലേക്ക് പ്രവേശനത്തിന് മുൻപുള്ള പ്രാർത്ഥന, മധുബഹ പ്രവേശന പ്രാർത്ഥന. ഞാൻ ചൊല്ലാമത്. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികളാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെങ്കിൽ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ. ബോധ്യം വന്നുണ്ടോ ആവോ? As we live, so we celebrate. As we celebrate, so we live. ഇതുപോലെ മനോഹരമായ പ്രാർത്ഥനയാകട്ടെ. കുർബാനയില് കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള പെസ്ബോഗത്ത പ്രാർത്ഥനയുണ്ട്, കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന. അത് ആദ്യം സമൂഹത്തിന്റെ കൃതജ്ഞതയുണ്ട്, പിന്നെ ടീക്കന്റെയുണ്ട്. കാരണമില്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയുണ്ട്. കൃതജ്ഞതാ പ്രാർത്ഥന നമ്മുടെ കുർബാനക്രമത്തില് കർത്താവിന്റെ തിരുനാളിൽ ചെന്ന പ്രാർത്ഥനയാണ്. ഒന്നെടുക്കാം. എല്ലാവർക്കും കുറിച്ചുള്ള മനോഹരമായ പ്രാർത്ഥനയാകട്ടോ. നമ്മുടെ കുർബാനയിലെ കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള കൃതജ്ഞതാ പ്രാർത്ഥനയിൽ സമൂഹത്തിന്റെ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത്. അത് കർത്താവിന്റെ തിരുനാൾ. തുടക്കം ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവെ, കടങ്ങളുടെ പൊറുതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറഞ്ഞ കേട്ടോ. ഞങ്ങളുടെ കർത്താവെ, കടങ്ങളുടെ പൊറുതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. അപ്പുറത്തെ കണ്ടോ? ഒരു നിമിഷം ഇല്ലാലോ. കടങ്ങളുടെ പൊറുതിക്കായി എല്ലാ ദിവസവും കൽപ്പനകൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. ഞങ്ങളുടെ
ശാരദയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ അനുസരിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികളെ സ്വീകരിക്കണം. ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളെ നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. തുടങ്ങുന്നു. ഇത് വെച്ചെന്നാൽ കുർബാന അർപ്പണം കഴിഞ്ഞു. കുർബാന സ്വീകരിച്ചു. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിച്ച് ഉള്ളിൽ വസിക്കുന്ന ഈശോയെ എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അർത്ഥം ചൊല്ലുന്നത്, നിന്നെ സ്വീകരിച്ച ഈ കൈകളെ ശക്തമാക്കണമേ. ഈ കൈകൊണ്ട് തിന്മ ചെയ്യാൻ ഇടയാക്കരുതേ. നിന്നെ സ്തുതിച്ച ഈ അധരങ്ങൾ, ഈ നാവ് സഹോദരനെ ചീത്ത പറയാൻ, സ്പർശനം പറയാൻ ഇടയാവരുതേ. നിന്റെ കാരുണ്യം കണ്ട ഈ കണ്ണുകൾക്ക് അശുദ്ധി കാണാൻ ഇടയാവാതിരിക്കട്ടെ. എന്തോ അതായത് ഈശോയെ സ്വീകരിച്ച കണ്ണുകൾക്ക് മറ്റൊരാളെ നോക്കുമ്പോൾ അനോയിന്റഡ് ആയി. ഈശോ പറഞ്ഞില്ലേ, അന്യ സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈശോയെ കണ്ട, അവിടുത്തെ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് മറ്റൊരു സ്ത്രീയെ, മറ്റൊരു സഹോദരനെ, മറ്റൊരു സഹോദരിയെ അശുദ്ധമായ കണ്ണുകളോടെ കാണാനാവില്ല. അടുത്ത നോക്കിയേ, നിന്നെ പരിശുദ്ധരെന്ന് പാടിപ്പുകഴ്ത്തിയ ഈ നാവ് ചീത്ത പറയാൻ ഇടയാവരുത്. ഇതെല്ലാം ചീത്തയാണ് വരുന്നതല്ലേ. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇന്ന് എന്തെല്ലാം ആർക്കും തെറി പറയായിരുന്നു അവന്ന് വന്ന് ഏത് കൊലകൊമ്പനെ വിളിച്ചതറിയാം അല്ലേ? എനിക്കറിയില്ല കേട്ടോ. കുർബാനയിൽ നന്നായി പങ്കെടുത്ത് കുർബാന അനുഭവിച്ച ഒരാൾക്ക് ഈ നാവ് കൊണ്ട് സഹോദരനെ ചീത്ത പറയാനാവില്ല. അതിനെ പറയുന്നില്ലേ, കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് കാണപ്പെടാത്ത ദൈവത്തിൽ. ഇനി നോക്കിയേ, ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾ പ്രകാശത്തിന്റെ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഈ പള്ളിയിൽ നടന്ന ഈ പാദം ഇനി പുറത്തേക്ക് പോകുമ്പോൾ അന്ധകാരത്തിന്റെ വഴികളിലേക്ക് പോകാൻ ഇടയാവട്ടെ. പാപത്തിൽ വഴി ചരിക്കാൻ ഇടയാവരുത്. കള്ളത്തരത്തിന്റെ, പരമാതരത്തിന്റെ, വ്യഭിചാരത്തിന്റെ, സ്വർഗഭോഗത്തിന്റെ, സ്വർഗരതിയുടെയൊക്കെ അന്ധകാര വഴികളിലേക്ക് ഈ പാദങ്ങൾ ചരിക്കാതിരിക്കട്ടെ എന്ന് ഭയങ്കരമായി തുറക്കെ പ്രാർത്ഥിക്കുക. അടുത്ത് നോക്കിയേ, നിന്റെ ശരീരം ഉൾക്കൊണ്ട ഈ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. അല്ലെ? എന്ന് വെച്ചെന്നാൽ പൊലിസിക പറയുന്നില്ലേ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചിരിക്കട്ടെ. എനിക്കറിയില്ല, അവിടെ ഒത്തിരി തരത്തിലുള്ള ലൈംഗിക ആകർഷണങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ശരീരത്തെ ദൂഷിക്കുന്ന സ്വർഗരതി, സ്വയംഭോഗം, LGBTIQ അങ്ങനെയൊക്കെ ഒത്തിരി ഡിഫറൻറ്റ്ലി സെക്സ്ഡ് പീപ്പിളിൽ ഒത്തിരി ഇഷ്യൂസ് ഉയർന്നു വരുന്നുണ്ട്. എന്റെ പുതിയ ഐഡിയോളജി എന്നാ, മൈ ബോഡി ഈസ് മൈ റൈറ്റ്. ഇത് പുതിയ അതല്ലേ? അതുകൊണ്ട് പ്രസവിക്കണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. എന്റെ ശരീരം സ്വർഗരതിക്ക് വിട്ടുകൊടുക്കണമോ വേണ്ടോ ഞാൻ തീരുമാനിച്ചു കൊള്ളാം. പൊർണോഗ്രഫി കാണണമോ വേണ്ടയോ ഞാൻ തീരുമാനിച്ചു കൊള്ളാം. മൈ ബോഡി ഈസ് മൈ റൈറ്റ്. പക്ഷെ കുർബാന പഠിപ്പിക്കുന്നു, നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ. ഞാൻ നേരത്തെ ചുരുക്കി കേൾപ്പിച്ചില്ലേ, മാമോദീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും തൈലാഭിഷേകത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടവരുടെ ശരീരം എത്ര നൽകി തന്നെ വായിച്ചുകൊള്ളുക. എന്ന് വെച്ചാൽ നമുക്ക് ധ്യാനിക്കുന്നതോറും ഒത്തിരി അർത്ഥങ്ങൾ തെളിഞ്ഞു വരുന്ന മനോഹരമായ അതിവിശിഷ്ടമായ പ്രാർത്ഥനകളാണ് ഓരോ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളും ഓർക്കുക. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്
it is also a means for our Christian formation, our moral formation. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അധികം പഴക്കമില്ലാത്ത ഒരു അനുഗ്രഹ പ്രബോധനമാണ് ദെസിഡെറിയോ ദെസിഡെറാവി. ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഈ പ്രബോധനത്തിൽ മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട്, ഫോർമേഷൻ ഫോർ ലിറ്റർജി ആൻഡ് ഫോർമേഷൻ ബൈ ലിറ്റർജി. തൊട്ടകത്തുണ്ട് കേട്ടോ, നമ്മുടെ ആ നോട്ടിനകത്ത് പേജ് 6 ലാസ്റ്റ് പാരഗ്രാഫ് എടുക്കാമോ? ഒരു വർഷം ആകുന്നേ ഉള്ളൂ. 2023-2029 ഒപ്പുവെച്ച ദെസിഡെറിയോ ദെസിഡെറാവി എന്ന പ്രബോധനത്തിൽ ആരാധന ക്രമത്തിനായുള്ള രൂപീകരണവും ആരാധന ക്രമത്തിലൂടെ ഉള്ള രൂപീകരണവും, ഫോർമേഷൻ ഫോർ ലിറ്റർജി ആൻഡ് ഫോർമേഷൻ ബൈ ലിറ്റർജി. ഞാൻ എംഫസൈസ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ഫോർമേഷൻ ബൈ ലിറ്റർജി. എന്ന് വെച്ചെന്നാൽ in our day-to-day Christian life, we are constantly formed by the liturgy, by the sacraments, by the sacramentals, by the liturgy of hours, by the devotions. എല്ലാം ഉണ്ട്. നോക്കിക്കേ, മാമോദീസ എന്ന അല്ലെങ്കിൽ പരമ കുലാശകളായ മാമോദീസയുടെ അല്ലാമത്തെ കുർബാനയും അത് സ്വീകരിച്ച ഒരാൾക്ക് പിന്നെ അങ്ങനെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. തിരുപ്പട്ടം സ്വീകരിച്ച വൈദികരായ ഞങ്ങളെ സംബന്ധിച്ച് ആ തിരുപ്പട്ടത്തിന്റെ കൃപകളും തിരുപ്പട്ടത്തിന്റെ ഉത്തരവാദിത്വങ്ങളും വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നിർവഹിക്കാൻ പറ്റില്ല. ഫോംഡ് ബൈ ദ സാക്രമെന്റ്സ്. നിങ്ങൾ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചു, വിവാഹത്തിന്റെ ആ അഭേദ്യത അതിന്റെ പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവായ ദൈവമേ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും ആത്മസമർപ്പണത്തിന്റെയും അടയാളമായി ഇവർ ധരിക്കുന്ന ഈ താലിമാല ആശീർവദിക്കണമേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ, ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആശീർവദിച്ച താലിമാലയാണ് ചേട്ടാ ചേച്ചിയുടെ അടുത്തിൽ ചേട്ടൻ ഓർക്കുന്നില്ലേ പോളിയേട്ട? ആശീർവദിച്ച മന്ത്രകോടി പോളിയേട്ടൻ ടീച്ചറിന്റെ തലയിൽ അന്ന് തോളതായിരുന്നു, തല പോകണമെന്ന് ഇപ്പോഴത്തെ പുതിയ കാലത്തില് അന്ന് പറയാൻ അന്ന് ഇങ്ങനെ പുറത്തുണ്ടാവുകയായിരുന്നു. ആശീർവദിച്ച മോതിരങ്ങൾ പോളിയേട്ടന്റെ കയ്യിൽ കൊണ്ടുവന്നെങ്കിൽ പോളിയേട്ടന്റെ പോലത്തെ ആളുടെ പേരെന്നാ? അന്നമ്മയുടെ ചേച്ചിയുടെ കൈകളിലെ മോതിരത്തിലെ പേര് കിടക്കുന്നത് എന്ത് മോതിരം ആവശ്യത്? ആശീർവദിച്ച മോതിരം. അതിന്റെ അർത്ഥം എന്താണ്? പോളിയേട്ടന്റെ ജീവിതത്തിൽ അന്നമ്മല്ലേ, അന്നമ്മ ചേച്ചി അല്ലാതെ വേറൊരു ചേച്ചി കടന്നു വരാൻ പാടില്ല. അന്നമ്മ ചേച്ചി സഭ പറയുകയാണ്, അന്നമ്മ ചേച്ചി പോളിയേട്ടൻ അല്ലാതെ ഒരു പരപുരുഷൻ അന്നമ്മ ചേച്ചിയുടെ ജീവിതത്തിൽ അതിഥിയായി വരാതിരിക്കട്ടെ. ഓരോ കൂദാശയും ഈസ് എ ഫോർമേഷൻ ബൈ ലിറ്റർജി. അതുകൊണ്ടാണ് നമ്മുടെ യോഗ്യതയോടെ ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും പങ്കുചേരുമ്പോൾ ആ പങ്കു ചേരുന്നത് തന്നെ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഫോർമേഷൻ ഫോർ അവർ day-to-day Christian life. ഇപ്പോൾ ഓർക്കുന്നു, ചാച്ചൻ മരിച്ചു പോയി കേട്ടോ, എന്നാലും ചാച്ചനുള്ള കാര്യം തോന്നുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം തോട്ടിൽ പോയി നന്നായിട്ട് കുളിച്ച് എണ്ണയൊക്കെ വെച്ച് കുളിച്ച് നമുക്ക് പറയും, എടി നാളെ പള്ളിയിൽ പോകാനുള്ള നല്ല തേച്ച മുണ്ടും അണ്ടർവെയറും നല്ല ഉടുപ്പ് കൊടുത്തു വെക്കണം. ഇതിനു വേണ്ടിയാ നാളെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ഷേവ് ചെയ്ത് ഈ അലക്കി തേച്ച പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ചാച്ചൻ പള്ളിയിൽ പോകുന്നത്, യോഗ്യതയോടെ ബലിയർപ്പിക്കാൻ. ഇത് ഭാഗ്യ ഒരുക്കമാണ് എന്ന് വെച്ചെന്നാൽ അതായത് as we live so we celebrate and as we celebrate so we live. അങ്ങനെ ഓരോ ഞായറാഴ്ചയും അൾത്താരയിൽ അർപ്പിച്ച ബലിയുടെ കരുത്ത് കൊണ്ടാണ് അടുത്ത ഒരു ഞായറാഴ്ച മുഴുവനും റബ്ബറും വെട്ടി ഞങ്ങളുടെ മക്കളെ ഒക്കെ പരിരക്ഷിച്ച് ചാച്ച ജീവിച്ചത്. അങ്ങനെയല്ലേ? അതുകൊണ്ട് ദൈവ ആരാധനയും പരിശുദ്ധ കുർബാന വലിയ ബന്ധമുണ്ട് എന്ന് ഓർക്കുക. പക്ഷെ എനിക്കറിയില്ല, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ലിറ്ററലി അത് പള്ളിക്കകത്ത് മാത്രം. അത് എങ്ങനെ എടുക്കുന്നത് അല്ലെ? അത് പള്ളിക്കകത്തിലെ ചാമ്പൽ മാത്രം, പള്ളിക്ക് പുറത്ത് ജീവിതം വേറെ എന്ന് വെച്ചെന്നാൽ ആരാധന ഒരു വഴിക്ക് പോകുന്നു, ജീവിതം മറ്റൊരു വഴിക്ക് പോകുന്നു.
പക്ഷേ ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ വായിച്ചു കേൾപ്പിച്ചല്ലേ, ഞായറാഴ്ച ഇല്ലാതെ ജീവിക്കാനാവില്ല. സീനിയ ഡൊമീനിക്ക നോൺ കോസ്മോസ്. ഞായറാഴ്ച കുർബാനയുടെ ഓർമ്മയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞതാണ് നമ്മുടെയൊക്കെ പൂർവികര്. അവർക്ക് ദൈവ ആരാധനയും ദൈനംദിന ജീവിതം വലിയ ബന്ധമുണ്ടായിരുന്നു. ബാക്കി മോശം സ്കിപ്പ് ചെയ്യുക. പേജ് 7-നകത്ത് ബാക്കി ധാരാളം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറയുന്നില്ല. നമ്മുടെ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളെ എടുത്ത് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരാഴ്ച മുഴുവൻ ധ്യാനിക്കാൻ വകയുണ്ട് കേട്ടോ. ധ്യാനിക്കുന്ന ഓരോ നമുക്കുണ്ടല്ലോ, അതിലെ ഓരോ പ്രാർത്ഥനകളും ഇറ്റ് ബ്രിങ്സ് ഔട്ട് സംതിങ് ന്യൂ അബൌട്ട് അവർ ക്രിസ്ത്യൻ ലൈഫ്. ഓടി വായിച്ചു പോകാം. ക്രൈസ്തവ ജീവിതം ദൈവ മഹത്വത്തിനുള്ള ജീവിതമാണ്. രണ്ടാമത്തേത് ക്രൈസ്തവ ജീവിതം വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. മൂന്നാമത്തേത് ക്രൈസ്തവ ജീവിതം കൂട്ടായ്മയുടെ ജീവിതമാണ്. 4 ക്രൈസ്തവ ജീവിതം മനസാക്ഷിയുള്ള ജീവിതമാണ്. അടുത്തത് ക്രൈസ്തവ ജീവിതം സുഹൃതസമ്പന്നമായ ജീവിതമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങളെ അതുമായി രൂപപ്പെടുത്തുന്ന നീതിയുടെ സത്പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ പിടിപ്പെടുത്താൻ യോഗ്യമാകുന്നു. ക്രൈസ്തവ ജീവിതം സ്വർഗോന്മുഖമായ ജീവിതം. റോസ് ആവർത്തിച്ച കാര്യമാണ്. നമ്മൾ ബലിപീഠത്തിലേക്ക് തിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ ഭയങ്കരമായ അർത്ഥമുണ്ട് കേട്ടോ. വേഴ്സും ഓറിയന്റും വേഴ്സും ഡോമിനും. കിഴക്കോട്ട് തിരിയുമ്പോൾ കർത്താവിങ്കലേക്ക് തിരിയുന്നു. അടുത്തത് വിശുദ്ധ പാരിസ്ഥിതിക, നമ്മുടെ കുർബാനക്രമത്തിനകത്ത് പോലും എക്കോ തിയോളജി ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സർവപ്രപഞ്ചവും അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് the triune God as the creator of all. അല്ലെ, ബറോയ ദുക്കോൽ, എല്ലാത്തിന്റെ സൃഷ്ടാവായ ദൈവം. ഇനി എല്ലാവരും ഈ വിശുദ്ധ കുർബാനയുടെ മനോഭാവങ്ങള്, അത് മൺമറഞ്ഞു പോയ ബെനഡിക്റ്റ് മാർപ്പാപ്പ, ജോൺ പോൾ മാർപ്പാപ്പായും ബെനഡിക്റ്റ് മാർപ്പാപ്പായും ഇപ്പോഴത്തെ പാപ്പ എല്ലാം ആവർത്തി പറയുന്ന കാര്യമാണ് എ യൂക്കറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. പഠിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ. കുർബാന വാക്കിന്റെ അർത്ഥം എന്താ പറയുള്ളവരെ? ഉയർത്തുക, അടുപ്പിക്കുക, അല്ലെ, ബലി അർപ്പിക്കുക, യൂക്കറിസ്റ്റിയ, അനാഫറ, എടുത്തുയർത്തുക, നന്ദി പറയുക. യൂക്കറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാത്തിനെയും ഒരു നന്ദി പറയുക. അത് നേട്ടമാവാം, കോട്ടമാവാം, ആരോഗ്യമാവാം, അനാരോഗ്യമാവാം, ഉയർച്ചയാവാം, താഴ്ചയാവാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന വലിയ മനോഭാവമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്ന് രോഗിണിയായ ഭാര്യയെ, രോഗിയായ ഭർത്താവിനെ, ഇന്ന ശേഷിയുള്ള മകനെ, മകളെ എടുത്ത് മാറോട് അണയ്ക്കുമ്പോൾ യുക്കരിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, കളയേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കുട്ടിയെ കളയാതെ, അബോർഷൻ നടത്തി കളയാതെ ആ കുഞ്ഞിനെയും നന്ദിയോടെ സ്വീകരിക്കുമ്പോൾ ഇറ്റ് ഈസ് എ യുക്കരിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, അല്ലയോ? അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് അനുസ്മരിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ മാർപ്പാപ്പ വിളിക്കുന്നത് വിമൺ ഓഫ് ദ യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന. എന്തുകൊണ്ടാ? അവൾ പാടുകയില്ലേ, ഞാൻ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ഹൃദയം രക്ഷകനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് മംഗളവാർത്തയിലും പരസ്യവിധത്തിലും ഒടുവിൽ പുരുഷന്റെ ജീവിതത്തിൽ ഒരു പരാതിയും പരിഭവം പറ്റില്ലല്ലോ. ഇറ്റ് വാസ് എ യൂക്കറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മൾ കുർബാന ജീവിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മുടെ ജീവിതം തകർന്നു തോന്നുമ്പോഴും അവിടെയും നമുക്ക് ദൈവത്തെ വാഴ്ത്താൻ, നന്ദി പറയാൻ, മാതാപിതാക്കളെ പ്രതി, പപ്പായെ പ്രതി, മമ്മിയെ പ്രതി, ജീവിത പങ്കാളിയെ പ്രതി, കൂട്ടുകാരിയെ പ്രതി, സഭയെ പ്രതി, രൂപതയെ പ്രതി, വൈദികരെ പ്രതി, കൂലാശകളെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചാൽ അതാണ് വിശുദ്ധ കുർബാന മനോഭാവം. നമുക്ക് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ വിശുദ്ധ കുർബാന മാത്രമല്ല കേട്ടോ, കൂദാശകൾ മാത്രമല്ല, നമ്മുടെ ആരാധന വത്സരം മുഴുവനും
എന്ന് വെച്ചെന്നാൽ മംഗളവാർത്ത പിറവിക്കാലങ്ങളിൽ ആരംഭിക്കുന്ന നമ്മുടെ ആരാധന മത്സരകാലം പള്ളിപ്പുതാഴ്ച കാലത്ത് പൂർത്തിയാകുമ്പോൾ ഇതിന്റെ ഓരോ കാലഘട്ടവും ഇങ്ങനെ സൈക്കിൾ മാറി മാറി പറഞ്ഞു വരുമ്പോൾ ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഓഗസ്റ്റ് ലൈഫ്. പറഞ്ഞിട്ടുണ്ട് വ്യക്തി നടത്തുന്നുണ്ട്. മംഗളവാർത്ത പിറവിക്കാലം ക്രൈസ്തവ ജീവിതം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതം. സൂബാറ എൽദ. അടുത്തത് ജനകാലം ക്രൈസ്തവ ജീവിതം ദൈവ മക്കളുടെ പ്രകാശപൂർണമായ ജീവിതം. ലോകത്തിന്റെ പ്രകാശമായി യോർദാൻ നദിയിൽ പിതാവായ ദൈവപുത്രനെ യാത്രയാക്കിയ വലിയ സംഭവത്തിന്റെ ഓർക്കുന്ന ജനകാലം. അടുത്തത് നോമ്പുകാലം ഈശോയുടെ പാതവീരകൾ ഓർക്കുന്ന ആ കാലഘട്ടം. നമ്മുടെയും ജീവിതത്തിന്റെ സഹനങ്ങളും ദുരിതങ്ങളും താപസാമൂഹ്യങ്ങളും ഒക്കെ. ഉയർപ്പുകാലം ക്രൈസ്തവ ജീവിതം ഉത്ഥിതനായ വിശുദ്ധായോടെ ചേർന്ന് ജീവിക്കുന്നു. ശ്ലീഹാകാലം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുന്ന ആ കാലഘട്ടമാണ്. കൈത്താക്കാലം സഭയോട് ചേർന്ന് ജീവിക്കുന്നു. ഏലിയ ശ്ലീഹ മോശാകാലം ക്രൈസ്തവ ജീവിതം സ്വർഗോന്മുഖമായി അവസാനിപ്പിക്കുന്നു. പള്ളിപ്പൂതാശാകാലം ഒടുവില് സ്വർഗീയ ഓറസ്രേമിൽ കുഞ്ഞാടായ മിശിഹായോട് ചേർന്ന് അണവാട്ടിയായ സഭയോട് ചേർന്ന് സ്വർഗീയ ഓറസ്രേമിൽ അനവരതം സ്തുതികൾ പാടുന്ന യുഗാന്ത്യ ജീവിതം. ആ യുഗാന്ത്യ ജീവിതത്തിലേക്കുള്ള ഒരു മുൻ ആസ്വാദനവും ഒരു മുന്നൊരുക്കവുമാണ് നമ്മുടെ അൾത്താരയിൽ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഒരിക്കലും ആവർത്തിക്കുന്നു, പരിശുദ്ധ കുർബാന എന്നത് വിശ്വസിക്കേണ്ട രഹസ്യം മാത്രമല്ല, ആഘോഷിക്കേണ്ട രഹസ്യം മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ജീവിക്കേണ്ട, ജീവിച്ചു തീർക്കേണ്ട, ഇനിയും ജീവിച്ചു തീരാത്ത ഒരു അനശ്വരമായ വലിയ വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ കുർബാന. ചെറിയൊരു ബോധ്യം മാത്രം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാനാണ് ഞാൻ പരമാവധി ശ്രമിച്ച സമയത്ത് തന്നെ തീർക്കുന്നു. ഇനിയുള്ള ഏതാനും വ്യക്തികൾ പറയുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. വിശദാംശങ്ങൾ ഈ നോട്ടിനകത്തുണ്ട്. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ഒന്ന് സ്വസ്ഥമായിട്ട് വായിച്ചാൽ ഇപ്പോൾ പറയുന്നതിന് അതിനനുസരിച്ച് എളുപ്പമുണ്ടാകും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആർക്കും ചോദിക്കാം. ഞങ്ങളുടെ അറിവുപോലെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്നത് ഡൊമിനിക്ക് വിളിച്ചുവരാണ്. വിശദാംശങ്ങളെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അറിവുള്ളതുപോലെ തന്നെ ഉദാഹരണം നമുക്ക് അവസരമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, ഓൺലൈനിലുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ വരുന്നതനുസരിച്ച് ക്രമീകരിച്ചു പോകും. അച്ഛാ ഒരു സംശയം ചോദിച്ചോട്ടെ? കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാവോ അച്ഛാ? ചോദിച്ചോട്ടെ. അച്ഛൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കും. ഇവിടെ ശരീരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അച്ഛാ യഥാർത്ഥത്തില്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ, അതായത് റോമാലേഖനം 12 ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. അറിയത്തില്ല. പ്രവേശിക്കുന്ന മനുഷ്യന്റെ സ്വാഭാവികമായി ഭൗതിക ശരീരത്തിന് എന്നായി മനസ്സിലാക്കുന്നുള്ളത് തന്നെയാണ് സാറേ. അതോ ഈ ലോക ജീവിതം എന്നൊരർത്ഥം അതിനുണ്ടോ? ശരീരം എക്സ്റ്റൻഡ് പേര് ഞാൻ പറയാം സാർ, കുഴപ്പമില്ല. ഈ പറയുന്ന നമ്മുടെ ഭൗതിക ഈ കടമനിർമ്മിതമായ ശരീരം മാത്രമല്ല, നമ്മുടെ ഭൗതിക ജീവിതം നല്ല ചിന്ത സാറേ, നമ്മുടെ ഭൗതിക ജീവിതവും കൂടി ഒരു സജീവ ബലിയായി സൂചിപ്പിച്ചുവല്ലോ. നമ്മുടെ അത് സർക്കാർ ജോലിയാവാം, സ്കൂളാവാം, ആശുപത്രിയാവാം, ഡോക്ടർ പണിയാവാം, അഡ്വക്കേറ്റ് പണിയാവാം, ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാവാം, അച്ഛനാവാം, സിസ്റ്ററാവാം, കപ്പ്യാനാവാം, ആരുമാവട്ടെ നമ്മുടെ ദൈനംദിന ജീവിതവും കൂടി ഒരു ബലിയായി സമർപ്പിക്കാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഒന്നും കൂടെ ഒരു ചെറിയ പാട്ടും കൂടെ, അങ്ങനെയാണെങ്കിൽ ഈശോ നമുക്ക് ഭക്ഷിക്കാൻ തന്ന ഈശോയുടെ ശരീരം എന്ന് പറയുന്ന ഈശോയുടെ ഈ ലോക ജീവിതമല്ലേ എന്ന് പറയാനാവില്ല. എന്ന് വെച്ചാൽ അതിനത് നിഷേധിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്. അതായത് രഹസ്യം വിശിഷ്യ ഈശോയുടെ പീഡ സഹന മരണ ഉൾച്ചേരുന്നു.
അത് നമ്മൾ സ്വന്തമാക്കുന്നു, നമ്മളെയും സ്വന്തമാക്കുന്നു. അതിനകത്ത് ഈശോയുടെ നിഷേധിക്കുന്നില്ല, ഈശോയുടെ ഭൗതിക ജീവിതവും ഉണ്ട്, പക്ഷെ ആ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ ജീസസ് ഈസ് ഓൾസോ റിസൺ ആൻഡ് ട്രാൻസ്ഫോംഡ്. അതുകൊണ്ട് ഈശോയുടെ ഈ പറയുന്ന ഈ മുഴുവൻ യാഥാർത്ഥ്യവും ഈശോ ഇന്ന് മഹത്വീയതായിരിക്കും ആ അവസ്ഥ ഉൾപ്പെടെയുണ്ട്. ഈശോയുടെ മുഴുവൻ പെസഹ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ അങ്ങോട്ട് നീട്ടി പറയാൻ ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന നമ്മുടെ ഈ സൃഷ്ടിതമായ നമ്മുടെ ശരീരം, നമ്മുടെ പൊതുജീവിതങ്ങള്, ഈ പറയുന്ന ഈശോയുടെ മുഴുവൻ ജീവിതവും എല്ലാം ഉൾപ്പെടുത്തി വിശാലമായി മനസ്സിലാക്കാൻ സാധിക്കും തോന്നുന്നു കേട്ടോ. വ്യക്തമാണ് അച്ഛാ, താങ്ക് യു. ക്ലാസ് വളരെ നന്നായിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വലിച്ചെടുക്കുന്ന ക്ലാസ്. സംശയം ചോദിക്കാനുണ്ടായിരുന്നില്ല. സ്വീകരിക്കട്ടെ. അച്ഛാ, ഈ ആരാധന വത്സരം നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറയാമോ അച്ഛാ? 9 കാലങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ലേ, അത് എങ്ങനെയാണ് ഒന്നൊന്ന് പറയാമോ? ഉണ്ട് സാറേ, പേജ് ഉണ്ട്. നോട്ടുണ്ട്. അതപ്പോ നമ്മള് 12 മാസത്തെ നമ്മൾ 9 ഡിവൈഡ് ചെയ്യുമ്പോ എങ്ങനെയാണ് അത്? അതായത് പറഞ്ഞാണല്ലോ ഞാൻ കരുതുന്നു, മിശിഹ രഹസ്യങ്ങള്, ഈശോയുടെ ഈശോയുടെ മംഗളവാർത്ത മനുഷ്യാവതാരം, യോർദാൻ നദിയിലെ മാമോദീസ, ഈശോയുടെ മരുഭൂമിയിലെ പ്രാർത്ഥന, പെസഹ രഹസ്യങ്ങള്, തിരുവുത്ഥാനം, പിന്നെ ശ്ലീഹാകാലം, അതായത് പന്തക്കുസ്ത സംഭവം, പന്തക്കുസ്ത അനുഭവങ്ങള്, പിന്നീട് കൈത്താക്കാല സഭ വളരുന്ന ആ സഭയുടെ രഹസ്യങ്ങള്, പിന്നീട് ഏലിയ സ്ലീവ സെപ്റ്റംബർ 4 സ്ലീവ തിരുനാളിനെ ആസ്പദമാക്കിയുള്ള ഏലിയ സ്ലീവ മൂശാകാലം, പിന്നെ യുഗാന്ത്യത്തെ അനുസ്മരിക്കുന്ന പള്ളി. വെച്ചാല് 12 മാസത്തെ തിരിക്കുകയല്ല, ഈ 12 വർഷത്തെ ഈ സൗരവർഷത്തോട് ബന്ധപ്പെടുത്തി മിശിഹ രഹസ്യങ്ങളെയും സഭാ രഹസ്യങ്ങളെയും ഒരുമിച്ച് ഒരു വർഷം കൊണ്ട് അനുസ്മരിച്ച് സ്വന്തമാക്കാനുള്ള ഒരു എളുപ്പ കുറുക്ക് വഴിയാണ് ആധ്യാത്മിക ശിഷ്യത്വത്തിൽ ഒരു കുറുക്ക് വഴിയാണ് നമ്മുടെ സഭയുടെ ഈ 9 വത്സരം. ലത്തീൻ സഭയിലത് പ്രധാനമായും നാല് കാലഘട്ടവും ബാക്കിയുള്ള കാലഘട്ടങ്ങളെ ലത്തീൻ വന്നിരിക്കുന്നത് സൺഡേസ് ഓഫ് ദ ഇയർ. നമുക്ക് മംഗലവാക്യം നടക്കുമ്പോൾ ലത്തീൻ കാലഘട്ടത്തിൽ ഇപ്പോൾ അഡ്വന്റ് ആഗമനകാലമാണ്. അത് കഴിഞ്ഞ് നോമ്പുകാലമുണ്ട്, ഉയർപ്പുകാലമുണ്ട്, ബാക്കിയുള്ള ആ 4 സീസൺ തിരിച്ചുള്ള ബാക്കി കാലങ്ങള് അത് ഓർഡിനറി സൺഡേസ് ഓഫ് ദ ഇയർ എന്ന് എത്തിച്ചു പോകുന്നു. മലങ്കര ആരാധനത്തിൽ അവർക്കും ഇതുപോലെ വ്യത്യസ്ത കാലഘട്ടം. എല്ലാ സഭകൾക്കും, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ 24 വ്യക്തിഗത സഭകൾക്കും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ആരാധന വത്സര ക്രമീകരണങ്ങൾ. ഇത് ആദ്യം എല്ലാം ഒന്ന് തന്നെയാണ്. ഈ പറയുന്ന മിശിഹ രഹസ്യത്തെ കേന്ദ്രീകരിച്ചാണ് എല്ലാ സഭയുടെയും ആരാധന വത്സര കാലഘട്ടങ്ങളെ നിർവഹിച്ചിരിക്കുന്നത്. എല്ലാ രഹസ്യം അനുസരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ചെല്ലുന്ന യാമപ്രാർത്ഥനകളിലുണ്ട്. എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾക്കകത്ത് ഒരു പരിധിവരെ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ദസറ മുതൽ അവസാനം പെരിയ വരെയുള്ള പ്രാർത്ഥനകളിൽ അതുണ്ട്. അതുപോലെ ഓരോ പ്രാർത്ഥനയിലുമുണ്ട്. അത് ശിക്ഷാമൻ കൃത്യമാണ് അറിയാത്ത ഓരോ പ്രാർത്ഥനയിലും പഠിച്ചിട്ടില്ല കേട്ടോ. ഈ പറയുന്ന എനിക്കറിയാവുന്നിടത്തോളം ഈ പറയുന്ന വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച രഹസ്യങ്ങളുടെ കാലത്തോറുമുള്ള ദിവസം തോറുമുള്ള അനുസരണമാണ് ഞാൻ പ്രാർത്ഥന സ്തുതിപ്പിന്റെ പ്രാർത്ഥനകൾ. അവിടെ ഈ 7 യാമങ്ങൾ എത്തിക്കുമ്പോഴും ഇനി എല്ലാം വരുന്നുണ്ട്, പരോക്ഷമായിട്ടൊക്കെ വരുന്നുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാലും ഈ പറയുന്ന വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നമ്മുടെ ദിവസത്തിന്റെ എല്ലാ യാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സഭയുടെ ഒരു വഴിയാണ് യാമപ്രാർത്ഥനകൾ. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ കേൾക്കാമോ? ഓക്കെ. അച്ഛൻ പറഞ്ഞല്ലോ കന്യാമറിയത്തിനെ വുമൺ ഓഫ് ദ യൂക്കറിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു, പാപ്പ അങ്ങനെ വിളിക്കുന്നു. അപ്പം മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കാനായിലെ കല്യാണാഘോഷത്തിൽ പുലർത്തിയ അതേ മാതൃസ്നേഹത്തോടെ പരിസമറിയം
നമ്മോട് പറയുന്നു, പതറാതിരിക്കുക, എൻ്റെ പുത്രന്റെ വാക്കുകളെ വിശ്വസിക്കുക. അവന് വെള്ളം വീഞ്ഞാക്കാനാവുമെങ്കിൽ അപ്പവും വീഞ്ഞും സ്വന്തം ശരീരവും രക്തവും ആക്കാനും അവന് കഴിയും. അപ്പൊ ആ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട്, മാതാവിനോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ കുർബാനയ്ക്ക് ശേഷവും അങ്ങനെ ആ ഒരു വിശുദ്ധിയോടെ ജീവിക്കുകയാണെങ്കിൽ ഒത്തിരി അത്ഭുതങ്ങൾ ശരിക്കും സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഈശോയോടൊത്ത് ജീവിക്കാൻ സാധിക്കും. പലപ്പോഴും സാധിക്കത്തില്ലെങ്കിലും നമുക്ക് അങ്ങനെ ആണെങ്കിൽ സാധിക്കും. അപ്പൊ അച്ഛാ, എനിക്ക് ചോദിക്കാനില്ല, നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് ഉണ്ടല്ലോ, അപ്പൊ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നത്, അത് എല്ലാം സഭ അംഗീകരിച്ചതാണോ? പിന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് ഏപ്രിൽ 27-ാം തീയതി വിശുദ്ധനാകാൻ പോകുന്ന മാർപ്പാപ്പ വിശുദ്ധനാക്കുന്ന കാർലോ അക്യൂട്ടിസ് ഒത്തിരി 136 രാജ്യങ്ങളിലെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളൊക്കെ വെബ്സൈറ്റിലാക്കി ലോകമെമ്പാടും അറിയിച്ചല്ലോ. ഒക്കെ അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളൊക്കെ അതൊക്കെ സഭ അംഗീകരിക്കുന്നതാണോ? അതൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ വെച്ചാ? ആദ്യത്തെ മറുപടി ഇതാണ്, വിശുദ്ധ കുർബാനയുടെ എല്ലാ അത്ഭുതങ്ങളും ഒരുപോലെ സഭ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ വളരെ 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 പ്രസക്തമായ ചുരുക്കമായ അത്ഭുതങ്ങള് സഭ ആവശ്യമായ പഠനം നടത്തിയ ശേഷം ആധികാരികമാണെന്ന് അംഗീകരിക്കും. ലഞ്ചാനോയില് ഇപ്പൊ ഉദാഹരണത്തിന് ഇറ്റലിയിലെ വർഷപ്പെട്ട ഓർക്കുന്നില്ല കേട്ടോ, അവിടെ വിശുദ്ധ കുർബാനയെ തിരുവോസ്തി രക്തം ചൂടിയതിന്റെ ഔദ്യോഗിക പഠിച്ച് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ കുർബാന ഓർക്കുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, വാസ്തവത്തിലുണ്ട് ഇങ്ങനെ പുറത്തു വെക്കുന്ന അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതമാണ് ഓരോ കുർബാന അർപ്പണത്തിൽ ക്രോണോസിൽ നടക്കുന്ന സൂചിപ്പിച്ചിരുന്നല്ലോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആവർത്തിച്ചപ്പോൾ അവിടെ വചന മാംസമാകട്ടെ, അതുപോലെ തന്നെ റൂഹായുടെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മ വന്നു നിറയുമ്പോൾ ഈ പറയുന്ന അത്ഭുതമായ ദിവ്യ രഹസ്യങ്ങൾ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നതിനുള്ള ഏറ്റവും വലിയ അത്ഭുതം തന്നെയല്ലേ. ഇനി ഒരുപക്ഷെ അതിലുള്ള വിശ്വാസവും ബോധ്യം കുറഞ്ഞു വരുന്ന തലമുറകൾക്ക് കാലഘട്ടങ്ങളിൽ എല്ലാം പുറപ്പെട്ട ഓർക്കുന്നില്ല അവിടെ വന്നിരിക്കുന്നത്. കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ ഇങ്ങനെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിലെ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ നിഷേധിക്കുന്നവരുടെ എണ്ണമൊക്കെ കൂടി വന്നപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചില റാൻഡം മിറക്കിൾസ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്ക് കൃത്യം എല്ലാം എന്നെ പറയുമ്പോൾ അറിയത്തില്ല. എങ്കിലും അങ്ങനെയുള്ള എല്ലാ മിറക്കിൾസും ഒരുപോലെ കാര്യമാണ് എന്ന് വരുന്നുമില്ല കേട്ടോ. അതാത് സ്ഥലത്ത് സംഭവിക്കാം. പാലായിൽ സംഭവിച്ചാൽ പാലാ രൂപത അതിർത്തിക്കുള്ളിലെ വിശ്വാസത്തിന്റെ കാര്യസ്ഥനായി കടലങ്ങാട്ട് പിതാവ് ആ മിറക്കിൾ അന്വേഷിക്കാൻ കമ്മീഷനെ വയ്ക്കും. ആ കമ്മീഷൻ അത് പഠിച്ചതിന്റെ വിശദമായ റിപ്പോർട്ട് നമ്മുടെ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഗോസിനെ അറിയിക്കും. പരിശുദ്ധ സിനഗോസ് അത് കമ്മീഷനെ വെച്ച് പഠിച്ചിട്ട് അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് റോമിനെ അറിയിക്കും. അങ്ങനെ റോമിന്റെ കൂടെ ഒരു കൺഫറൻസോട് കൂടിയാണ് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒത്തന്റിക് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന അത്ഭുതങ്ങളെ മാത്രമേ നമുക്ക് ഒത്തന്റിക് ആയിട്ട് പ്രഖ്യാപിക്കാനാവുകയുള്ളൂ. പലർക്കും സംഭവിക്കാനും അവിടെയൊക്കെ പെട്ടെന്ന് ഓസ്തിയിൽ നിറം മാറുന്നു, അല്ലെ? കഞ്ചിക്കോട് റാണി വരികയായിരിക്ക് ഈ ഇടയ്ക്കുള്ള വളരെ കാണാറുണ്ട്. ഭഗവാൻ ചെയ്തു നാവില് ഒറ്റപ്പോഴത്തെ മാംസക്തങ്ങളെ മാറി. ഞാൻ ഒന്നും നിഷേധിക്കുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ ലെറ്റ് ദ ചർച്ച് സ്റ്റഡി ആൻഡ് പ്രൊക്ലെയിം. സഭ പഠിച്ചിട്ട് പറയട്ടെ. അങ്ങനെ നമ്മുടെ ഇടവകയിലോ നമ്മുടെ പരിചയത്തിലോ ഒക്കെ സംഭവിക്കുമ്പോൾ let us report that miracle to the local eparchial bishop and let the bishop proceed. അതാണ് സഭയിൽ പൊതുവായ ക്രമം അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് ഒന്ന് പോകണ്ടേ. എനിക്ക് നല്ല ബോധ്യമാണ് കാരയിൽ ഓരോ ദിവസവും ഈ ദിവ്യ രഹസ്യങ്ങള് തിരിച്ചറിയിലൊക്കെ മാറുന്നു എന്നുള്ളത് തന്നെ ഇത് ചില പരമോർമ്മ. I don't believe in this. ഒരു സംശയം ചോദിക്കാനായിരുന്നു. അച്ഛൻ പറഞ്ഞു ആസ് വി സെലിബ്രേറ്റ് സോ വി ലീവ് എന്ന് പറഞ്ഞു. ഓർത്തോ പ്രാക്സിസ് ആണ് പ്രധാനമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനുമൊക്കെ അറിയാവുന്ന പോലെ പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വലിയ സംഘടനകളിലൊക്കെ നേതൃത്വം കൊടുക്കുന്നവരെയും ആവട്ടെ, നമ്മുടെ പെരുന്നാളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അൽമാരായിട്ട് ഇവരുടെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വ്യക്തി ജീവിതവും തമ്മിൽ വലിയ വൈരുദ്ധ്യം തോന്നാറുണ്ട്. നമ്മുടെ പെരുന്നാളുകൾ പോലും പലപ്പോഴും ഒരുപക്ഷെ സെക്യുലർ ആയിട്ടുള്ള മറ്റ് മതങ്ങളിലേക്ക് ആയിട്ട് മത്സരിച്ച് വലിയ വെടിക്കെട്ടും അങ്ങനെയുള്ള രീതികളൊക്കെ കാണാറുണ്ട്.
ഒരു കരുണയുടെ വർഷത്തിൽ ഒരു സൈറ്റിൽ വായിച്ചു തോർക്കുന്നു, കരുണയുടെ വർഷത്തെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു തോർക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ തത്തുല്യമായിട്ട് വിശുദ്ധ കുംഭസാരം സ്വീകരിക്കുന്നവരുടെ ഒരു വർധനവ് കാണുന്നില്ലെന്നൊരു വ്യക്തി എഴുതിയത് വായിച്ചു തോർക്കുന്നു. പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളുടെ വെബ്സൈറ്റുകൾ നോക്കുമ്പോൾ അവിടെയൊക്കെ കുർബാനയുടെ സമയം കൊടുക്കാറുണ്ട്, പക്ഷേ ഒരു ഫോറിൻ രാജ്യങ്ങളിലൊക്കെ അവർ കൺഫെഷൻ ടൈമിങ്ങും കുർബാനയുടെ ടൈമിംഗ് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ദേവാലയങ്ങളുടെ സൈറ്റുകൾ ഒരിക്കലും കൺഫെഷൻ ടൈം എന്ന് പറഞ്ഞൊരു സമയം കാണാറില്ല. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണല്ലോ ഈ ഒരു വൈദ്യുതി തോന്നുന്നത്. പലപ്പോഴും അതൊക്കെ കാത്തലിക് എന്നുള്ള പേരുണ്ടെങ്കിലും അങ്ങനെയുള്ള കാത്തലിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ പലപ്പോഴും നമ്മുടെ മൂല്യങ്ങളാണോ ഉയർത്തിപ്പിടിക്കാനുള്ള സംശയം തോന്നാറുണ്ട്. അതുപോലെ നമ്മുടെ ഒരുപക്ഷെ റീത്തുകൾ നമുക്ക് പലപ്പോഴും എന്താണ് ഓരോ റൈറ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സെലിബ്രേഷൻ, കുർബാന സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സീറോ മലബാർ ഏതാണ്, സീറോ മലങ്കര ഏതാണ്, ലത്തീൻ ഏതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനപ്പുറം ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് ഇതിൽ ഏതെങ്കിലും പറയാമോ സംശയമുണ്ട്. അപ്പോൾ സംശയം ഇതാണ്, ഇപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഓർത്തോ പ്രാക്സിസിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ നമ്മൾ കുറച്ചുകൂടി ധാർമ്മികമായ ഒരു മത്സരം ഏതാണ് കൂടുതൽ ധാർമ്മികമായി ഉന്നതമായി സ്ഥാനത്തിരിക്കുന്ന രൂപത ഏതാണ്, അല്ലെങ്കിൽ റൈറ്റ് ഏതാണ്, അങ്ങനെ ആ രീതിയിലേക്ക് നമ്മളൊരു ആരോഗ്യപരമായ മത്സരം വരികയാണെങ്കിൽ പലപ്പോഴും ഈ കൂടുതലും ഈ തർക്കങ്ങൾ പലപ്പോഴും നടക്കുന്ന സെലിബ്രേഷനെ കുറിച്ചാണല്ലോ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ സീറോ മലബാർ സഭയുടെ തർക്കങ്ങളെല്ലാം സെലിബ്രേഷനെ കുറിച്ചാണ്. ലീവ് അല്ലെ മൊറാലിറ്റിയെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ യോജിച്ച് ചെയ്യാൻ പറ്റിയല്ലേ. സെലിബ്രേഷൻ തീർച്ചയായും പ്രധാനമാണ് കുർബാനയുടെ, എന്നാലും അതിനപ്പുറം അതെങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഓർത്തോ പ്രാക്സിസിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഈ ഡിവിഷൻസിനപ്പുറം ഒത്തിരി യുണൈറ്റ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. താങ്ക് യു സാർ. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എന്റെ വലിയ ആഗ്രഹവും ആശംസയും ലെറ്റ് ദിസ് ക്ലാസ് ബി എ ചലഞ്ച് ഫോർ യു. സാറിന് പറഞ്ഞതുപോലെ ഓർത്തോഡോക്സി പോലെ തന്നെ ഓർത്തോപ്രാക്സി, ഈ പറഞ്ഞ കാരുണ്യം കുർബാന അനുഭവിച്ചാൽ മാത്രം പോരാ, അതിനെ കൊടുക്കുന്ന അങ്ങനത്തെ ആ ഓർത്തോ പ്രാക്ടീസ് കൂടി ഉയരുന്ന ഒരു ശൈലിയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. എനിക്ക് ആഗ്രഹം അതാണ് കേട്ടോ. സാറ് പറഞ്ഞല്ലോ കത്തോലിക്ക സഭയിലെ 24 വ്യക്തിഗത സഭകളെ വ്യത്യസ്തമാക്കുന്നത് ലിറ്റററി മാത്രമല്ല കേട്ടോ. സാറ് പറഞ്ഞതുപോലെ ഈ ആരാധനാക്രമവും അനുബന്ധമായ ദൈവശാസ്ത്രവും ആത്മീയതയും അതിന്റെ ഒരു മോറൽ ലിവിങ്ങും ഉണ്ട്. നോക്കിക്കുകയാണ് നമ്മുടെ ഭാരതത്തിലെ മാർത്തോമ നസ്രാണികൾ. ഈ നമ്മുടെ നസ്രാണികൾക്ക് കുർബാന മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങള് നമ്മുടെ പൂർവികരും ഒരു തനതായ ജീവിതക്രമം ജീവിച്ചിരുന്നു. പറയുന്ന മാർത്തോമ മാർഗം. അതുകൊണ്ടല്ലേ ഞാൻ വായിച്ചു ഓർക്കുന്നത്, നമ്മുടെ പൂർവിക മാർത്തോമ മാർഗം അനുസരിച്ച് അബോർഷൻ കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. നമുക്ക് തെളിവുകളുണ്ട് കേട്ടോ. നമ്മുടെ മാർത്തോമ നസ്രാണി സമുദായത്തില് വിവാഹമോചനം കേട്ടുകേൾവി ഇല്ലായിരുന്നൊക്കെ അങ്ങനെ ഇന്ന് അവസ്ഥ മാറി. ഞാൻ പൊതുവായി സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ കുർബാന അർപ്പണവും വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഒരു ആധികാരികമായ ധാർമ്മിക ജീവിതത്തിലേക്ക് കുർബാന അർപ്പിക്കുന്ന ഞങ്ങളെയും കുർബാനയിൽ പങ്കുചേരുന്ന നിങ്ങളെയും ഒരുപോലെ ചലഞ്ച് ചെയ്യട്ടെ, എന്റെ നിങ്ങളെ ഉറപ്പിൽ കരുതട്ടെ എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന കാര്യമാണ്. നന്ദി വെച്ചു. കാര്യം മനസ്സിലായി. നമുക്ക് ഒറ്റ കാര്യം പറഞ്ഞത് തിരിച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നമ്മുടെ അൾത്താരയിലെ ദേവാലയത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ദൈവ ആരാധന പള്ളി ബിൽഡിംഗ് കൊണ്ട് തീരരുത്. ആനവാദിനും അപ്പുറം, മോണ്ടത്തിനും അപ്പുറം, പള്ളിമുറ്റത്തിനും അപ്പുറം നമ്മുടെ ദൈനംദിന ജീവിത വീഥികളിലേക്കും നമ്മുടെ പാതയോരങ്ങളിലേക്കും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്കും വൈദികരുടെ പൗരോഹിക ശുശ്രൂഷ രംഗങ്ങളിലേക്കും എല്ലാം ഈ കുർബാനയുടെ ചൈതന്യം അരിച്ച് ഇറങ്ങിയേ മതിയാവൂ. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ കുർബാന അർപ്പണവും. അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ നിതാന്തമായ ജാഗ്രതയിൽ ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമായി സീറോ മലബാർ സഭയും അല്ല കത്തോലിക്ക സഭ മുഴുവനും അങ്ങനെ വളരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിന് നമ്മുടെ ഓരോ ദിവസത്തെ പരിശുദ്ധ കുർബാന അർപ്പണവും നമ്മുടെ നാമപ്രാർത്ഥനകളും നമ്മുടെ കൂതാശകളും നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളും നമ്മുടെ ജപമാലകളും ഒക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷമായി നമ്മുടെ ഏതായാലും അത് എവിടെയുണ്ട് 10 പേരുണ്ട്, ആരും പോലും കണ്ണടച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ നിതാന്ത ജാഗ്രതയിലായിരുന്നു. ദോഷമുണ്ട്.
ഓഫ്ലൈനിലും ഓൺലൈനിലും എന്നെ ശ്രമിച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾക്ക് ഒത്തിരി ആദരവോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥൻ നമ്മെ അനുകരിക്കട്ടെ, കൂടെ വസിക്കട്ടെ. ഞങ്ങളെ പ്രാർത്ഥിച്ചത് ഡോമിനെ മാനി നോബിസ്കും, കർത്താവെ ഞങ്ങളുടെ കൂടെ വസിച്ചാലും ലോർഡ് സ്റ്റേ വിത്ത് അസ്. സമയം എഴുതാറായി, കർത്താവെ അങ്ങ് അകന്നു പോകരുതേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എമ്മാവൂരിലേക്ക് പോയ ആ ശിഷ്യന്മാരെ നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ അകന്നു പോകരുതേ. അന്ധകാരം എല്ലായിടത്തും വ്യാപിക്കും, അന്ധത്തിലേക്കായി കഴിഞ്ഞു. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും അന്ധകാരം എല്ലാവരും വ്യാപിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാം, കർത്താവെ അകന്നു പോകരുതേ, കൂടെ വസിച്ചാലും ഡോമിനെ മാനെ നോക്കി ആണ്. താങ്ക് യു അച്ഛാ. ഞങ്ങളിവിടെ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തുള്ളത് വളരെ വലിയപ്പെട്ട നെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞങ്ങള് കുഞ്ഞാലി പഠിച്ച കാലം പോലെ എന്റെ തിയോളജിക്കാരത്തെ എന്റെ കേട്ടതിന് ഞാൻ എന്റെ കേട്ടാണ് മാറ്റമില്ലാതെ ഞങ്ങളുടെ ഇങ്ങനെ നമുക്ക് പോകുന്നതാണ്. എപ്പോഴും നല്ല ആത്മബന്ധത്തിനോട് സ്ഥാപിക്കാനായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. 7 വർഷ കാലഘട്ടത്തോളം ഇതിനോടൊപ്പം കൂടെ സാധിച്ച വലിയ സന്തോഷത്തെ ഞാൻ ഓർക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് സെമിനാരിയിലെ അമൃതത്തിൽ പറഞ്ഞ പോലെ തന്നെ സെമിനാരിയിലെ മോറൽ തിയോളജി സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. സെമിനാരിയിലെ ലൈബ്രറിയിൽ കൂടെയാണ് സാഹിത്യ ഉത്തരവാദിത്വവും തിരക്കുകളും അപ്പൊ തന്നെ പ്രധാനപ്പെട്ട പല കമ്മിറ്റികളിൽ പങ്കാളി കൂടിയാണ്. അത്രയും തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ വരികയും ധാർമ്മിക വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്ത ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഓൺലൈനിൽ കൂടുന്നവരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നമുക്ക്